प्रभु के नाम की महिमा हो। इस शाम के समय एक और बार आप लोगों के साथ इस उपवास प्रार्थना में शामिल होने के लिए प्रभु ने सहायता किया है, इसके लिए मैं प्रभु को धन्यवाद देता हूँ। ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ കൂടെ ഈ ഉപവാസത്തിൽ പങ്കുചേരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. फिर एक बार हमारे लिए प्रार्थना करने वाले आप सारे भक्त लोगों को, विशेष करके प्रभु के दास परिवार को भी एक और बार मैं धन्यवाद अर्पित करता हूँ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സഭയ്ക്കും പ്രത്യേകിച്ച് കർത്തൃദാസനും കുടുംബത്തിനും ഞങ്ങളുടെ നന്ദിയെ ഞാൻ രേഖപ്പെടുത്തുന്നു. तो जिस रीति से उस उपवास प्रार्थना का ये रखा है कि फोकस्ड फास्टिंग प्रेयर, इन दिनों में हमें भी वो केंद्रीकृत होकर प्रार्थना करने के लिए प्रभु हमें सहायता करे. ഈ ദിവസങ്ങളിൽ വീണ്ടും നമ്മുടെ ആ ഒരു ഫാസ്റ്റിംഗ് പ്രയറിന്റെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് പ്രയർ അത് വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. परमेश्वर के वचन को जब भी हम सुनने के लिए बैठते हैं तब हम मन से एक प्रार्थना करते हैं कि प्रभु हमसे बातें कर. परमेश्वर हमेशा बातें करता है, परंतु हमने कहाँ तक सुना ये हमें बीच बीच में जांच कर देखना भी सही रहेगा. ദൈവത്തിന്റെ സന്നിധിയിൽ നാം വചനം കേൾക്കുവാനിരിക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോട് നാം ആയിരിക്കണം. ദൈവം നമ്മളോട് സംസാരിക്കേണ്ടതിന് അത് മാത്രമല്ല, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ എത്രത്തോളം നാം വചനം കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യുന്നതും വളരെ അത്യാവശ്യമാണ്. तो आज के मनन के लिए हमें एक सुपरिचित एक वचन की बात को पढ़ेंगे. लूका रचित सुसमाचार 5वें अध्याय उसके 1 से लेकर 11 तक. ലൂക്കോസ് 5:1-11 വരെ നമുക്ക് ഇന്നത്തെ ധ്യാനത്തിനായിട്ട് എടുക്കാം. അവൻ ഗനസരേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കയറ്റിയായിരുന്നു. ആ പടകുകളിൽ ശീമോൻ ഉള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിൽ ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്കും എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും ഔവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. हमने बहुत बार सुना है, बहुत बार हमने इसमें से प्रचार खुद भी किया होगा. तो ये ऐसा एक घटना है, पतरस और उनके संगी लोग मछली पकड़ने के लिए गए हैं, परंतु पूरे रात के परिश्रम के बाद भी कुछ नहीं प्राप्त किए. उस अवस्था के बारे में है. ഈ വചനത്തിന്റെ ഭാഗങ്ങൾ നാം പലപ്പോൾ വായിച്ചിട്ടുണ്ടാകാം. അത് മാത്രമല്ല, നാം ഇതിൽ നിന്ന് പ്രസംഗിച്ചിട്ടും ഉണ്ടാകാം. ഇതിന്റെ പൃഷ്ഠഭൂമി, ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പത്രോസും കൂട്ടാളികളും മീൻ പിടിക്കുവാൻ വേണ്ടി കടന്നു പോകുന്നതും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു ഫലം കാണാതിരിക്കുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. तो यहाँ लिखा है कि गन्नसरेत की झील, इसी का दूसरा नाम है गलीली झील या तिबरियस की झील. ഗനസരേത്ത് തടാകം ഇതിന്റെ മറ്റേ പേരാണ് തിബരീസ് അല്ലെങ്കിൽ ഗലീല തടാകം. तो इसकी विशेषता ये है कि ये 8 मील चौड़ाई और 13 मील लंबाई रखने वाला एक झील है. ഇതിന്റെ പ്രത്യേകത 8 മീൽ ഇത് വീതിയിലും അതുപോലെ 18 വീതിയിൽ നീളത്തിലുമുള്ള ഒരു തടാകമാണ്. और ये सी लेवल से लगभग 690 फीट नीचाई पे रहने वाले, गहराई में रहने वाले एक जो मीठे पानी का झील है. അതുപോലെ സമുദ്രതലത്തിൽ നിന്ന് ഏകദേശം 600 മീറ്റർ താഴേക്ക് ഒരു സ്വീറ്റ് വാട്ടറിന്റെ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് വാട്ടറിന്റെ ഒരു തടാകമാണ്. तो इसलिए इस झील के बारे में जो विद्वान लोग कहते हैं कि
जो दुनिया के दूसरे कोने में जो मिलता नहीं है, ऐसे 20 से भी ज्यादा प्रजाति के मछली इस झील में मिलती थी। അതുകൊണ്ട് ഈ തടാകത്തെ കുറിച്ച് പഠിക്കുന്നവര് പണ്ഡിതക്കാന്മാര് പറയുന്നത് മറ്റെങ്ങും കാണാത്തതുപോലെ 20-ൽ പരമായ സ്പീഷീസിന്റെ മീനുകളെ ഈ തടാകത്തിൽ കിട്ടുമായിരുന്നു. ऐसे प्रचुर मात्रा में मछली रहने वाले गलीली झील में अनुभव रखने वाले पतरस और संगी पूरे रात परिश्रम करने के बावजूद भी कुछ पकड़ नहीं पाए. ഇത്രയും അധികം മത്സ്യസമ്പത്തുള്ള ഈ ഗലീല തടാകത്ത് ഇതിനകത്ത് പരിചയസമ്പത്തുള്ള പത്രോസും കൂട്ടാളികളും രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്കൊന്നും ലഭിച്ചില്ല. तो ऐसे निराश एक विफल हुआ पतरस को परमेश्वर एक समर्पण की ओर बुलाते हुए उस एक यात्रा में ले चल रहा है. उस यात्रा को हम आज देखेंगे. ഇങ്ങനെ നിരാശയിലായിരുന്ന പത്രോസിനെ അല്ലെങ്കിൽ തോറ്റുപോയ പത്രോസിനെ ആ പത്രോസിനെ ദൈവത്തിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു യാത്രയിലാണ് നാം ഇന്ന് നാം നോക്കാൻ പോകുന്നത്. हाँ, मैंने यही बताया था कि विफल हुआ एक अनसक्सेसफुल व्यक्ति पतरस को ही परमेश्वर यीशु मसीह ने बुलाया था. അപ്പോൾ ഇവിടെ നാം പറഞ്ഞതുപോലെ പരാജിതനായ അല്ലെങ്കിൽ ജയാളിയായി തീരുവാൻ കഴിയാത്ത പത്രോസിനെയാണ് ഇവിടെ ദൈവം വിളിക്കുന്നത്. देखिए, हम संसार के रीति में देखा तो संसार हमेशा सक्सेसफुल मैन को या जो सफल हुआ है, अच्छे जो शातिर हैं, ऐसे व्यक्ति को कुछ भी कार्य के लिए बुलाते हैं. ലോകപരമായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ലോകം എപ്പോഴും ജയിച്ച വ്യക്തിയെ അല്ലെങ്കിൽ എപ്പോഴും ഒരു സ്ഥാനത്ത് എത്തിയ വ്യക്തിയെ അങ്ങനെയുള്ളവരെയാണ് നോക്കുന്നത്. परंतु यीशु मसीह यहाँ एक सफल व्यक्ति को या एक ऊंचाई को जो छुआ था, ऐसे एक व्यक्ति को यहाँ चुन नहीं रहा, परंतु विफल एक व्यक्ति को, निराश एक व्यक्ति को, थके हुए एक व्यक्ति को अपने कार्य के लिए चुन रहा है. ഇവിടെ നാം യേശുക്രിസ്തുവിലൂടെ കാണുന്നത് യേശുക്രിസ്തു ജയിച്ച ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വളരെ മുകളിലേക്ക് എത്തിയിരിക്കുന്ന ആ ഉന്നത പദവിയിലായിരിക്കുന്ന ഒരു വ്യക്തിയോ അല്ല, മറിച്ച് ഫെയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി, പരാജയപ്പെട്ട ഒരു വ്യക്തി, നിരാശനായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് തന്റെ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത്. तो इसी बात को पौलुस भी कुरिन्थियों की पत्री पहले अध्याय 26 से कहते समय पौलुस भी हमारे बुलाहट के बारे में भी कहता है. वो कहता है कि हम जब बुलाए गए थे, हम ज्ञानवान नहीं थे, हम कुलीन नहीं थे, सामर्थी नहीं थे, परंतु हम निर्बल थे, नीच थे, तुच्छ थे और कुछ भी नहीं थे. 1 കൊരിന്ത്യരിൽ നമ്മളെ കുറിച്ചും പറയുമ്പോൾ പൗലോസ് ഇത് തന്നെയാണ് പറയുന്നത്. നമ്മൾ വലിയ കുലീനമുള്ളവരോ വലിയ കൂട്ടത്തിലുള്ളവരോ ഒന്നുമല്ലായിരുന്നു, നമ്മൾ ത്യജിക്കപ്പെട്ടവരായിരുന്നു, നമ്മൾ താണ ജാതികളായിരുന്നു എന്നാണ് നമ്മളെ കുറിച്ച്, നമ്മളെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പൗലോസോട് പറയുന്നത്. हाँ प्रियो, हमारे भी विफलता के समय में जब संसार हमें ये नाम दिया गया कि हम विफल हुए लोग हैं, हम थके हुए लोग हैं, हम अनसक्सेसफुल हैं, ऐसे क्षेत्र में यीशु मसीह हमारे पास आया, उसका प्रेम का बुलाहट हमें दिया. ലോകപരമായിട്ട് ലോകം നമ്മളെ പരാജയമെന്ന് മുദ്ര കുത്തിയപ്പോൾ, ലോകം നമ്മളെ അൺസക്സസ്ഫുൾ എന്ന് വിളിച്ചപ്പോൾ, ലോകം നമ്മളെ ക്ഷീണിച്ചവരെന്ന് വിളിച്ചപ്പോൾ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് കർത്താവായ യേശുക്രിസ്തു നമ്മളെ തെരഞ്ഞെടുത്തത്. हो सकता है जब पतरस ऐसे अवस्था में यीशु के पीछे हो लिया, तब लोगों ने, संसार ने बताया होगा कि वो अपना बिजनेस सब टूट गया, बिजनेस फेल हुआ, इसलिए वो रोजी रोटी के लिए यीशु के पीछे गया हो. ഇങ്ങനെ പരാജിതനായ പത്രോസ് കർത്താവിന്റെ പിന്നാലെ ഇറങ്ങി ചെന്നപ്പോൾ ലോകം ഒരുപക്ഷെ പറഞ്ഞു കാണും, അവന്റെ കച്ചവടം പൂട്ടിപ്പോയത് കൊണ്ട് വല്ലതും കമായി ചെയ്യുവാൻ വേണ്ടി, വല്ലതും പ്രാപിക്കാൻ വേണ്ടിയാണ് യേശുവിന്റെ പിന്നാലെ പോയെന്ന്. तो बहुत लोग ये भी बताए होंगे कि यदि इतने बड़े बिजनेस, मछली पकड़ने का बिजनेस छोड़ के यीशु के पीछे हुआ, तो उनको बताया होगा कि ये बड़ा असफल व्यक्ति है. ഇത്ര വലിയൊരു മീനിന്റെ കച്ചവടം വിട്ടിട്ട് ദൈവത്തിന്റെ പിന്നാലെ പോയപ്പോൾ ചിലര് പറഞ്ഞു കാണും, ഈ വ്യക്തി, ഈ ദേഹം ഒരിക്കലും സക്സസ്ഫുൾ അല്ല, അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്. तो हमें कभी ये नहीं सोचना है कि पतरस और जो उनके संगी हैं सिर्फ पेट पालने के लिए मात्र मछली नहीं पकड़ते थे, परंतु हम दूसरे जगह में पढ़ते हैं यूहन्ना उनके पापा और उनके कर्मचारी को रख के वे इस मछली का व्यापार करते थे. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നത് അവര് വെറുതെ മീൻ പിടിക്കുന്നത് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. മറ്റൊരിടത്ത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ പിതാവും അവരെല്ലാം അവരോട് കൂടെ ജോലിക്കാരും വേലക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു മീനിന്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന ആൾക്കാരായിരുന്നു. तो ऐसे एक जो बिजनेस छोड़ के जब गया,
तब लोगों ने सोचा, लोगों ने बताया होगा ये तो बड़ा एक मूर्खता की स्टेप है, ये एक असफलता की ओर ये जा रहा है। ഇങ്ങനത്തെ ഒരു വലിയ ഒരു കച്ചവടം വിട്ടിട്ട് കടന്നു പോയപ്പോൾ ആൾക്കാർ ഒരുപക്ഷെ പറഞ്ഞു കാണും, ഇത് തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ ഇത് മൂഢമായിട്ടുള്ള ഒരു തീരുമാനമാണ്, അത് മാത്രമല്ല ഇവൻ പരാജയപ്പെടാൻ വേണ്ടി പോകുവാണെന്നൊക്കെ ആൾക്കാർ ഒരുപക്ഷെങ്കിൽ പറഞ്ഞു കാണാം. हो सकता है वो संसार के नजर में असफल एक व्यक्ति हो, परंतु इतिहास ये बताता है कि वो परमेश्वर के नजर में पतरस एक सक्सेसफुल, एक सफल व्यक्ति था। ചിലപ്പോൾ ലോകത്തിന്റെ മുൻപാകെ പരാജിതനായിരിക്കുന്ന പത്രോസ് എന്ന് ചിലപ്പോൾ ലോകം പറഞ്ഞേക്കാം, പക്ഷെ ദൈവത്തിന്റെ മുൻപാകെ പരാജിതനല്ലായിരുന്നു, ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച ഒരു വ്യക്തിയാണ് പത്രോസ് എന്ന് പറയുന്നത്. तो हम यहाँ देखेंगे कि पतरस को परमेश्वर ने कैसे स्टेप बाय स्टेप एक समर्पण की ओर एक यात्रा में ले गया है। അപ്പോൾ ഇവിടെ നാം കാണുന്നത് ഓരോ പടിപടിയായിട്ട് പത്രോസിനെ ദൈവമാർഗത്തിലേക്ക് നയിക്കുന്ന വിഷയത്തെ കുറിച്ചാണ്. पहले स्टेप है कन्वीनियंस टू इनकन्वीनियंस, मतलब सुविधाजनक अवस्था से असुविधाजनक अवस्था की ओर थी पहले स्टेप। ആദ്യത്തെ പടി എന്ന് പറയുന്നത് സൗകര്യങ്ങളിൽ നിന്ന് അസൗകര്യങ്ങളിലേക്കുള്ള ഒരു പടി. तो बहुत बार हम सोचते हैं कि प्रभु यीशु मसीह जब हमें बुलाता है तो असुविधाओं से सुविधाओं की ओर बुलाता है, ऐसा नहीं है। बहुत बार हमें सुविधा से असुविधा की ओर प्रभु यीशु मसीह हमें ले चलता है। പലപ്പോഴും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നാം വിചാരിക്കുന്നത് അസൗകര്യങ്ങളിൽ നിന്ന് നമ്മളെ സൗകര്യത്തിലേക്കോട്ടാ കൊണ്ടുപോകുന്നത്, പക്ഷെ അങ്ങനല്ല. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിൽ നിന്ന് അസൗകര്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. तो हम वचन 2 को पढ़ेंगे। രണ്ടാമത്തെ വചനം നമുക്ക് വായിക്കാം. രണ്ടു പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു, അവയിൽ നിന്ന് മീൻ പിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ओके, हम ये बता रहे थे कि सुविधाजनक अवस्था से असुविधाजनक अवस्था की ओर एक यात्रा। അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു സൗകര്യത്തിൽ നിന്ന് അസൗകര്യത്തിലേക്കോട്ടുള്ള ഒരു യാത്ര. जब हम देखते हैं कि यीशु मसीह जब पतरस को बुलाया तब पतरस जाल दो रहा था। യേശു കർത്താവ് പത്രോസിനെ വിളിച്ചപ്പോൾ നാം ഇവിടെ കാണുന്നത് പത്രോസ് വല കഴുകുകയായിരുന്നു. जाल धोने का मतलब है वो परिश्रम सब बंद करके अपने घर की ओर विश्राम करने के लिए जाना चाहता था। വല കഴുകുന്നതിന്റെ അടയാളം എന്ന് പറയുന്നത് തന്റെ ജോലി അന്നത്തെ വേലയൊക്കെ അവസാനിപ്പിച്ചിട്ട് വല കഴുകി മടക്കി വെച്ചിട്ട് വീട്ടിൽ ചെന്ന് വിശ്രമിക്കാനുള്ള ഒരു ആരംഭം. और मसीह जाकर उससे कहता है कि उसको पूछे बिना उसके नाव पर चढ़ के शमौन से बता रहा है कि किनारे से थोड़ा हटा ले चल। ഇവിടെ നാം കാണുന്നത് മൂന്നാമത്തെ വാക്യത്തിൽ പത്രോസിനോട് പോലും ചോദിക്കാതെ പത്രോസിന്റെ പടകിൽ കയറിയിട്ട് കർത്താവ് പത്രോസിനോട് പറയുകയാണ് അല്പം മുൻപോട്ട് നീക്കുവാൻ. तो हमारे जीवन में भी जब हम यीशु मसीह को ग्रहण करके आए तब हमें भी सुविधाजनक अवस्था से बहुत बार असुविधाजनक अवस्था में जाना पड़ा है। നമ്മുടെ ജീവിതത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെ നാം സ്വീകരിച്ചപ്പോൾ പലപ്പോഴും സൗകര്യങ്ങളെ വിട്ട് അസൗകര്യത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. हमारे अनेक सारे मित्रों को हम जानते हैं, वो यीशु मसीह पर विश्वास करने के कारण अपने घर से, अपने समाज से, अपने गांव से ही उनको बाहर कर दिए। നമ്മുടെ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച മുഖാന്തരം അവരെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കി, അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ അവരെ പുറത്താക്കപ്പെട്ടു. इस रीति से यीशु मसीह भी हमें भी एक सुविधाजनक अवस्था से इन दिनों में एक असुविधाजनक अवस्था में पहुंचाया है। ഇങ്ങനെ തന്നെ കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഒരു സൗകര്യപ്രദമായ അവസ്ഥയിൽ നിന്ന് ഒരു അസൗകര്യമുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. क्योंकि परमेश्वर का एक स्पष्ट उद्देश्य है। ദൈവത്തിന് ഇതിന് പിന്നാലെ ഒരു ഉദ്ദേശമുണ്ട്. तो यहाँ हम देखते हैं कि पतरस का ये असुविधाजनक अवस्था दूसरों के लिए शांति का कारण बना या दूसरों के लिए आशीष का कारण बना। അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പത്രോസിന് ലഭിച്ച അസൗകര്യമായിട്ടിരിക്കുന്ന ആ അവസ്ഥ മറ്റനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ, മറ്റനേകർക്ക് സമാധാനത്തിന് കാരണമായി തീരുവാൻ ഇടയായി തീർന്നു. हम देखते हैं पूरे रात उसने जाल बिछाया था, नाव चलाया था, पूरी रीति से थका हुआ एक व्यक्ति है, फिर से उसी झील पर नाव को संभाल के रखना इतना आसान बात नहीं था उसके लिए। അവിടെ നാം കാണുന്നത് പത്രോസിനെ കാണുമ്പോൾ രാത്രി മുഴുവനും പത്രോസ് അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അവിടെ മുഴുവനും ആ പടക് ഓടിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ തടാകത്തിൽ ഒരു പടകിനെ സൂക്ഷിക്കുക എന്നുള്ളത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
तो परिश्रम से बढ़कर उसको थका देने वाला बात था कि परिश्रम करने के बावजूद भी कुछ नहीं मिला। പക്ഷെ ഇതിനൊക്കെ ഉപരിയായിട്ട് പത്രോസിനെ തളർത്തുന്ന വിഷയം ഇതായിരുന്നു. ഇത്രയും അനുഭവിച്ചിട്ടും അല്ലെങ്കിൽ ഇത്രയും പ്രയാസപ്പെട്ടിട്ടും ഒന്നും കിട്ടിയില്ല എന്നുള്ളതിന്റെ ഒരു ക്ഷീണം, ഒരു വിഷമം. परंतु जब उस बात को भी असुविधाजनक अवस्था में आकर भी उसने जब नाव को यीशु मसीह के लिए दिया तो यीशु मसीह उस नाव पर खड़े होकर अनेक लोगों के लिए उपदेश दिया। എന്നാലും അങ്ങനത്തെ ഒരു അസൗകര്യമുള്ള സാഹചര്യത്തിലും അതുപോലെ വിഷമത്തിന്റെ ഒരു ഘട്ടത്തിലും നാം കാണുന്നത് ദൈവത്തിനു വേണ്ടി തന്നെ പടകിനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവായ യേശുക്രിസ്തു ആ പടകിൽ കയറുവാനും അനേകരോട് ഉപദേശം പറയുവാനും ഇടയായി തീർന്നു. हाँ प्रियो, इन दिनों में हम भी असुविधा से होकर गुजर रहे तो ये यकीन मानिए कि हमारे असुविधाओं के द्वारा अनेक लोगों को आशीष पहुंचने वाला है। ഈ ദിവസങ്ങളിൽ നമ്മളും ഇന്നുപോലെ ഒരു അസൗകര്യമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമക്കളെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ അസൗകര്യ മുഖാന്തരം അനേകർക്ക് ആശ്വാസത്തിനും ശാന്തിക്കും കാരണമായി തീരും. दूसरे कोरिन्थियों की किताब पहले अध्याय उसके 6वें आयत में ऐसा लिखा है, 2 कोरिन्थियर 1 അതിന്റെ 6-ാം അധ്യായം 6-ാം വാക്യം, यदि हम क्लेश पाते हैं तो यह तुम्हारी शांति और उद्धार के लिए है, यदि शांति पाते हैं तो यह तुम्हारी शांति के लिए है। ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങളും സഹിക്കുന്നതിന് നിങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. पौलुस वहां स्पष्ट रीति से बता रहे कि यदि हम क्लेश सह रहे तो वो आपके शांति के लिए है, आपके उद्धार के लिए है। ഇവിടെ പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നത് ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് നന്മയ്ക്കായിട്ട് നിങ്ങളുടെ വിശ്വാസത്തിനുമായിട്ട് ആശ്വാസത്തിനായിട്ടുമാണ്. हाँ, इस पत्रस के भी असुविधाओं के कारण जो लोग वहां खड़े थे जीवित परमेश्वर के मुंह से जीवित वचन को सुन पाए, उनके जीवन में तसल्ली मिली। ഇവിടെ നാം കാണുന്നത് അസൗകര്യപ്പെട്ട പത്രോസിന്റെ ജീവിതത്തിൽ കൂടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവനുള്ള മൊഴികൾ, ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനം കേൾക്കുവാൻ അനേകർക്ക് സാധ്യമായി. हम दूसरे कदम को देखेंगे, वो है उतलेपन से गहराई की ओर एक यात्रा। രണ്ടാമത് നമ്മൾ കാണുന്നത് ഒരു ആഴത്തിലേക്കുള്ള ഒരു യാത്ര. तो चौथे आयत में ऐसा लिखा है, यीशु ने बताया कि गहरे में ले चल। നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്ന കർത്താവ് പത്രോസിനോട് പറയുന്നു പടക് കുറച്ച് ആഴത്തിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് വലയിറക്കുവാൻ. ये हमारे मसीह जीवन में भी प्रभु हमारे दूसरे स्टेप यही में चलता है कि आत्मिक उतलेपन से, शालोनेस से हमें एक गहराई की ओर बुलाहट प्रभु यीशु मसीह दे रहा है। നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് ആത്മീയതയുടെ ആ ഒരു ആഴത്തിലേക്ക് നാം കടന്നു ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. यहाँ यीशु मसीह पत्रस से रिक्वेस्ट नहीं कर रहा है, चौथे आयत को पढ़ते समय वहां परमेश्वर आज्ञा दे रहे हैं, ही कमांडेड देम। ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തു പത്രോസിനോട് അപേക്ഷിക്കുകയല്ല, മറിച്ച് പത്രോസിനോട് ആജ്ഞാപിക്കുകയാണ്. ऐसा है तो आज भी परमेश्वर का हमारे ओर से हमें एक आज्ञा है कि हमें जो जो आज उतलेपन में है, गहराई की ओर आने के लिए हमें आज्ञा दे रहा है। അങ്ങനെയെങ്കിൽ നമ്മളോടും ദൈവം പറയുന്നത് നമുക്കും ഇതുപോലൊരു നിർദ്ദേശമാണ് ദൈവം തരുന്നത്. നമ്മളും ആ ഒരു ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോകുവാൻ ഇടയായി തീരണം. बहुत सारे लोग आत्मिक उतलेपन में जीवन बिताना चाहते हैं। ഒരുപാട് പേര് ഇപ്പോഴും ആ ഒരു കുറഞ്ഞ വെള്ളമുള്ളടത്ത് നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. क्योंकि उतलेपन में बहुत सुविधा है कि यदि कोई कतरा को दिख रहा है तो तुरंत हम बाहर निकल सकते हैं। ആ കരയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് അവിടെ നമുക്കൊരു സുവിധയുണ്ട്. അതാണ് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ ഓടി നമുക്ക് കരയിലോട്ട് കയറി ചെല്ലാം. तो दूसरी बात है, उतलेपन में हम हमेशा एक्सपोजर होते हैं, हम हमेशा अपने आप को प्रकट करते हैं। ആ കരയിൽ നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യും, നമ്മളെ തന്നെ നാം കാണിക്കുന്ന ഒരു പ്രകൃതി ഉണ്ടാകും. हमेशा हर जगह मैं, मेरा, मैं, हमारा यही रहेगा। എപ്പോഴും ഞാൻ, എന്റേത്, എനിക്കുള്ളത് അത് മാത്രമായിരിക്കും. दूसरी बात ये है कि मैं अपने नियंत्रण में, सब कुछ अपने नियंत्रण में रखता हूं उस उतलेपन में।
അത് മാത്രമല്ല നമ്മൾ കരയ്ക്കടുത്തായിരിക്കുമ്പോൾ നമ്മുടെ വിചാരം എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ്. क्योंकि उतलेपन में एक व्यक्ति को कभी भी डूब जाने का कोई डर नहीं लगता है. കരയിൽ നാം ആയിരിക്കുമ്പോൾ ഒരിക്കലും മുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല, അതിന്റെ പേടി നമുക്കില്ല. मैं भी 2 साल पहले शारजा में आया था, तब उसी आपके समुद्र में मैंने भी वहां तैरा था. मुझे तैरना नहीं आता है, मैं भी उतलेपन में हाथ के सहारे मैं भी तैर के आया हूं. 2 വർഷം മുമ്പ് ഷാർജയിൽ കടന്നു വന്നപ്പോൾ നിങ്ങളുടെയൊക്കെ സമുദ്രത്തിന്റെ അവിടെയൊക്കെ ഞാൻ കടന്നുപോയി. എനിക്ക് നീന്താൻ അറിയത്തില്ല, എങ്കിലും ആ കരയ്ക്ക് നിന്നുകൊണ്ട് കാലും കൈയും ഒക്കെ അടിക്കുവാനിടയായി തീർന്നു. उतलेपन की सुविधा ये है कि कभी भी डूब जाने की खतरा नहीं है, परंतु कुछ आशीषों को, कुछ आनंद उठाकर हम वापस फिर से जब चाहिए तब बाहर निकल सकते हैं. കരയുടെ സൗകര്യം എന്ന് പറയുന്നത് അവിടെ മുങ്ങിപ്പോകുന്നതായിട്ടുള്ള പേടിയോ അതിന്റെ പ്രയാസമോ ഇല്ല. നമുക്ക് വേണ്ടുന്ന സമയത്ത് അവിടുന്ന് പുറത്തിറങ്ങി വരുവാൻ നമുക്ക് സാധിക്കും. दूसरी बात, हम हर एक चीज को हमारे नियंत्रण में, हमारे मर्जी के अनुसार सब कुछ चलना है, ये सोच हमारा वहां रहता है. അത് മാത്രമല്ല, നമ്മുടെ മനസ്സ് എവിടാണോ അവിടാണ് നമ്മുടെ മനസ്സായിരിക്കുന്നത്, അവിടാണ് നമ്മുടെ ചിന്ത എവിടായിരിക്കുന്നു അവിടായിരിക്കും നമ്മുടെ മനസ്സ്. तो बहुत बार हम देखते हैं कि कुछ जीव ही ऐसे हैं, मेढक एक जैसा एक चीज है, कुछ समय पानी में रहता है, जब पानी से ऊब जाता है तो वो बाहर मिट्टी में आ जाता है. നമുക്ക് മാക്കരയെ കുറിച്ച് അറിയാം, ചില സമയത്ത് വെള്ളത്തിലും ചില സമയത്ത് കരയിലുമായിരിക്കും. इस रीति से भी कुछ लोग चाहते हैं, कुछ समय परमेश्वर में रहते हैं, कुछ समय संसार के साथ ऐसे मेलजोल या एक समझौता वाला जीवन ये उतलेपन में रहता है. ഇങ്ങനെ മാക്രിയോ തവളയെ പോലുള്ള ചില ആൾക്കാർ ചില സമയത്ത് കരയിലായിരിക്കണം, കുറച്ചു സമയത്ത് ആത്മീയതയിലായിരിക്കണം, ഇങ്ങനെ അവിടെയും ഇവിടെയുമായി ജീവിക്കുന്ന ചില ആൾക്കാർ. परंतु गहराई में एक बात है कि मेरा नियंत्रण वहां नहीं रहता है. പക്ഷേ നമ്മൾ ആഴത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ എനിക്ക് എന്റേതായിട്ടുള്ള നിയന്ത്രണങ്ങളൊന്നുമില്ല. मेरा पैर पानी में उठ जाता है, फिर मैं पानी के सहारे रहता हूं. ഞാൻ ആഴത്തിലേക്ക് കടന്നു പോകുമ്പോൾ എന്റെ കാല് ആ സർഫേസിൽ നിന്ന് മേളിൽ പൊങ്ങുവാനിടയായിത്തീരും. അതിനുശേഷം വെള്ളത്തിന്റെ കാരണത്താലാണ് ഞാൻ. इसी रीति से मेरे आत्मिक गहराई में जाने का मतलब मेरा सारा नियंत्रण परमेश्वर के हाथ में समर्पित करना और पवित्र आत्मा की अधीनता में और नियंत्रण में जीवन बिताना है. അതുപോലെ ആത്മീയ ആഴത്തിൽ കടന്നു പോകുന്നതിന്റെ അർത്ഥം എന്റേതായിട്ടുള്ള പൂർണ്ണ നിയന്ത്രണങ്ങളെയും വിട്ടുകൊണ്ട് ഞാൻ എന്നെ തന്നെ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ. मेरा स्वयं, मेरा अहम, मैं नामक चीज को वहां मरने देना. എന്നെ ഞാൻ എന്നുള്ള ഭാവം അല്ലെങ്കിൽ എന്റെ സ്വയം എന്നുള്ള ഭാവം അതിനെ അവിടെ മരിപ്പിച്ചു കളയുന്ന അവസ്ഥ. आत्मिक गहराई में जा रहे हैं तो हमारी प्रार्थना का जीवन का स्तर बढ़ाना है, आराधना का स्तर बढ़ाना है, हमारा वचन का अध्ययन का या मनन करने का स्तर बढ़ाना है. ആത്മീയ ആഴത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെ തലങ്ങളെ നമുക്ക് കൂട്ടുവാനിടയായിത്തീരണം, നമ്മുടെ ധ്യാനത്തിന്റെ തലങ്ങൾ മാറുവാനിടയായിത്തീരണം, നമ്മുടെ വചനവായനയുടെ തലങ്ങൾ മാറുവാനിടയായിത്തീരണം. यहाँ पतरस के पास भी विकल्प था, या तो वो उतलेपन में रह सकता था या तो गहराई में रह सकता था. उसी रीति से हमारे जीवन में भी एक चुनाव है, हम या तो उतलेपन में रह सकते हैं या तो गहराई में रह सकते हैं. ഇവിടെയും പത്രത്തിന്റെ മുമ്പാകെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ഒന്നി അത് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. അങ്ങനെ തന്നെ നമ്മുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുവാം, അല്ലെങ്കിൽ ആ കരയിലേക്ക് നമ്മൾ അവിടെ നിൽക്കാം. हमारे चॉइस के अनुसार हम जो भी डिसीजन लेते हैं उसका एक रिपल इफेक्ट या बड़ा प्रभाव होता है. നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്തായിരിക്കുന്നോ ആ തെരഞ്ഞെടുപ്പിന് അനുസൃതമായിരിക്കും നമുക്ക് പ്രദമായ ഫലമുണ്ടാകുന്നത്. यदि एक शांत पानी में आप एक पत्थर फेंकेंगे तो उसका वो तरंग लहर ऐसे वो चलते 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 पूरे जितने भी पानी का क्षेत्र है वो पूरे क्षेत्र को वो फैल जाता है. ഒരു ശാന്തമായിരിക്കുന്ന വെള്ളത്തിൽ നമ്മൾ ഒരു കല്ലെറിയുമ്പോൾ അതിന്റെ തരംഗങ്ങൾ ആ വെള്ളം എവിടം വരെ ഉണ്ടോ അവിടം വരെയും ആ ഒരു വേവ്സ് അത് കടന്നു പോകുവാനിടയായിത്തീരും. इस रीति से प्रियो, हम आज जो भी डिसीजन लेते हैं उसका प्रभाव हमारे परिवार में, हमारे कलीसिया में, हमारे नौकरी के क्षेत्र में, आने वाले हमारे पीढ़ी में सब इसका प्रभाव जरूर होगा. അങ്ങനെ തന്നെ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം അത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ സഭയില്, നമ്മൾ ജോലി ചെയ്യുന്ന രംഗത്ത്, അത് മാത്രമല്ല നമ്മുടെ വരും തലമുറകൾ വരെ അതിന്റെ ഓളങ്ങൾ അലയടയ്ക്കുവാനിടയായിത്തീരും.
इसलिए इन दिनों में हम गहराई की ओर यात्रा करेंगे। അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ആഴത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. तो गहराई में हम जाने के लिए तैयार है तो तीसरा स्टेप है कि हमें भरपूरी की ओर परमेश्वर ले जाएगा। ആഴത്തിലേക്ക് നാം കടന്നു പോകുന്നുവെങ്കിൽ മൂന്നാമത്തെ പടവാണ് നമ്മളെ ഒരു പൂർണ്ണതയിലേക്ക് ദൈവം കൊണ്ടുവരും. अभी तक हम जानते थे कि पतरस का नाव खाली था, खाली होने का भी एक मकसद, एक उद्देश्य था परमेश्वर का। ഇപ്പോൾ നാം കാണുന്നത് ഇതുവരെ പത്രത്തിന്റെ ആ പടകെന്ന് പറയുന്നത് അത് എംറ്റി ആയിരുന്നു, അതിലൊന്നുമില്ലായിരുന്നു. എന്നാൽ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നു. यदि सोचिए, परमेश्वर, ये पतरस कहता है कि हमने पूरी रात मेहनत किया, कुछ नहीं पकड़ा, मतलब ये यहाँ तक एक केकड़ा भी नहीं पकड़ पाया था। പത്രോസ് അവിടെ പറയുന്നുണ്ട്, രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു ക്രാബിനെ പോലും കിട്ടിയിട്ടില്ല. यदि कुछ भी मिल लेता तो वो कब का नाव छोड़कर, सब कुछ छोड़कर अपने घर पहुंच गया होता। അഥവാ എന്തെങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ എപ്പോഴേ അതൊക്കെ വിറ്റ് പറക്കിയിട്ട് അവരുടെ വീട്ടിലേക്ക് അവൻ കടന്നു പോയേനെ. तो परंतु कुछ नहीं मिला, इसलिए हम देखते हैं कि अभी परमेश्वर यीशु मसीह ने उस नाव को इस्तेमाल किया, नाव के द्वारा अनेक लोग आशीषित हुए। इतने मात्र नहीं है, अभी पतरस को भरपूरी परमेश्वर ने दे दिया। പക്ഷെ ഒന്നും കിട്ടാത്ത സാഹചര്യത്തിൽ പത്രോസ് അവിടെ ഉണ്ടായിരുന്നു. ദൈവം പത്രോസിനെ വിളിക്കുവാൻ ഇടയായിത്തീരുന്നു. പത്രോസിന്റെ പടകിലേക്ക് ദൈവം കയറുവാൻ ഇടയായിത്തീരുന്നു. ആ പടകിലൂടെ അനേകർക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ഇടയായിത്തീരുന്നു. അത് മാത്രമല്ല, ആ ഒഴിഞ്ഞിരുന്ന അവസ്ഥയിൽ ഇപ്പം ദൈവം നിറയ്ക്കുവാൻ ഇടയായിത്തീരുന്നു. तो यहाँ देखिए, पहले परमेश्वर ने बताया कि गहराई में ले चल, और उसके बाद कहता है कि मछली पकड़ने के लिए अपने जाल डालो। ഇവിടെ ആദ്യം ദൈവം പത്രോസിനോട് പറയുന്നു, അല്പം ആ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ആഴത്തിലേക്ക് കടന്നു പോകുവാൻ വലയിറക്കുവാൻ പറഞ്ഞു. यहाँ हम एक बात को देखते हैं, यदि हमारे जीवन में भरपूरी चाहिए तो, परमेश्वर की ओर से आशीष चाहिए तो, जिस रीति से नैनन सर ने भी बताया था, वो हमारी आज्ञाकारिता वहां अनिवार्यता है। നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നിറവ് വേണമെങ്കിൽ, ആദ്യം നൈനാൻ സാറ് പറഞ്ഞതുപോലെ തന്നെ അനുസരണം ഏറ്റവും അനിവാര്യമാണ്. यहाँ देखिए, वो गहराई तक ले जाने के लिए तैयार है, परंतु वो यदि जाल बिछाने के लिए तैयार नहीं होता था, वो दूसरी आज्ञा को वो मानता नहीं होता, क्या उसको भरपूरी से मछली मिलते थे क्या? ഇവിടെ നാം കാണുന്നത് ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ആഴത്തിലേക്ക് പോകുവാൻ ഇടയായിത്തീരുന്നു. പക്ഷെ ആഴത്തിൽ വലയിറക്കുവാൻ പറഞ്ഞപ്പോൾ വല ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഈ ഒരു നിറവ് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം അനുസരണം. ആ അനുസരണവും വലിയ അനിവാര്യമാണ്. प्रियो, आधा अधूरी आज्ञाकारिता नहीं, परमेश्वर हमसे संपूर्ण आज्ञाकारिता का एक अनिवार्यता को बता रहा है। കുറച്ചോ പകുതിയോ ഉള്ള അനുസരണമല്ല, ദൈവം ആഗ്രഹിക്കുന്നത് പരിപൂർണ അനുസരണമാണ്. तो यहाँ देखते हैं, लगभग पतरस की अनुभव वो जाल डालने से या परमेश्वर की आज्ञा मानने से उसको रोकने वाला था। പത്രോസിന്റെ അനുഭവം ഒരു പക്ഷെങ്കിൽ ആ ഒരു ആ വല വെള്ളത്തിൽ ഇറക്കുന്നതിൽ നിന്ന് പത്രോസിനെ ചിലപ്പം തടസ്സമായിരുന്നേക്കാം. तो जब जाल डालने के लिए बोला था, तब पतरस ने यह बताया था, हे स्वामी, हमने सारी रात मेहनत की और कुछ ना पकड़ा। വലയിറക്കുവാൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുന്നത് പത്രോസ് ദൈവത്തിനോട്, യേശുവിനോട് പറയുവാൻ ഇടയായിരുന്നു, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, എങ്കിലും ഒന്നും ലഭിച്ചില്ല. बहुत सारे मसीह लोगों के जीवन में देखते हैं, उनको आज्ञाकारी होने से अपने आप को रोकने वाले अपने बीते दिनों का कुछ अनुभव, बीते दिनों का कुछ असफलताएं, बीते दिनों का कुछ वेदनाएं, അനേക പ്രാവശ്യം നാം കാണുന്നത് അനേക വിശ്വാസികളുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് വലയിറക്കുവാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ ആ ഒരു അനുസരണത്തിലേക്ക് വരുവാൻ സാധിക്കാത്തത് നമ്മുടെ കുറെ എക്സ്പീരിയൻസസോ അല്ലെങ്കിൽ നമ്മുടെ പഴയ ചെറിയ റിസൾട്ടുകളോ അല്ലെങ്കിൽ പഴയ അനുഭവങ്ങളോ ആയിരിക്കാം. कुछ लोगों के जो आपसी रिश्ते में कुछ विफलताएं आई है, उस रिश्ते का उन लोग बात कहते हुए आज्ञा नहीं मानते हैं। कुछ लोग उनको ठगे हैं, इसलिए वो मानते नहीं हैं। कुछ लोग अपनी असफलताओं को या यहाँ तक अपने खुद के आत्मिक वैफल्यता को भी आगे रख के परमेश्वर की आज्ञा मानने से पीछे हटते हैं।
ഇവിടെ നാം കാണുന്നത് ചില ആൾക്കാർ സ്വന്തം പരാജയത്തെ അല്ലെങ്കിൽ ആൾക്കാർ തമ്മിലുള്ള ആ പ്രശ്നങ്ങളെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിലർ ഒരു പക്ഷെങ്കിൽ ഏതെങ്കിലും സമയത്ത് അവരെ വഞ്ചിച്ച് കാണും, അവരെ പ്രയാസത്തിലാക്കി കാണും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് പല രീതിയിലും അല്ലെങ്കിൽ ആത്മീയ വിഷയങ്ങളെയും കൊണ്ട് ഈ വിഷയങ്ങളും കൊണ്ടൊക്കെ പൂർണ്ണ അനുസരണത്തിലേക്ക് കടന്നു വരുവാൻ ആൾക്കാർക്ക് തടസ്സമായി തീരുന്നു. परंतु यहाँ देखते हैं पतरस ने अपने पिछले दिन के अनुभव अपने परमेश्वर की आज्ञा मानने से रोकने के लिए अनुमति नहीं दिया. പക്ഷെ ഇവിടെ നാം പത്രോസിൽ കാണുന്നത് തന്റെ കഴിഞ്ഞ ദിവസത്തെ അനുഭവം അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ആ പരാജയം ദൈവത്തിന്റെ ആജ്ഞ, ദൈവത്തിന്റെ ആ കൽപ്പന നിരസിക്കുന്നതിലേക്ക് അല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതിലേക്ക് അനുവദിക്കുവാൻ ഇടയാക്കിയില്ല. तो ऐसे समय में हमें क्या करना है, इसके बारे में पौलुस दूसरी कुरिन्थियों की किताब 10वें अध्याय उसके 5वें आयत में हमें कुछ समझा रहा है. 2 കൊരിന്ത്യർ 10:5 പൗലോസ് ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നാം എന്താ ചെയ്യേണ്ടതെന്ന് പൗലോസ് അവിടെ പറയുന്നുണ്ട്. इसलिए जी पढ़िए. ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി. हाँ, आज्ञाकारिता के विरुद्ध में या परमेश्वर यीशु मसीह के पहचान के विरुद्ध में उठने वाले हरेक कल्पनाओं को, ऊंची बात को हमें खंडन करना है या ढा देना है. കർത്താവിന്റെ വിരുദ്ധമായിട്ട് വരുന്ന അല്ലെങ്കിൽ പൊങ്ങി വരുന്ന എല്ലാ കൽപ്പനകളെയും എല്ലാ ഉയർച്ചയും അത് ദൈവത്തിന്റെ പരിജ്ഞാന നിമിത്തം നമുക്കതിനെ പിടിച്ചടക്കുവാൻ സാധിക്കണം. तो नीति वचन के 3 अध्याय उसके 5वें आयत में ऐसा देखते हैं, तू अपनी समझ का सहारा ना लेना वरन संपूर्ण मन से यहोवा पर भरोसा रखना. प्रोवर्ब्स 3:5. तो परमेश्वर का ऊपर हमें पूरा भरोसा रखना है, हमारी समझ का सहारा हमें नहीं लेना है. ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ആശ്രയിക്കണം, നമ്മുടെ ആശ്രയങ്ങളിൽ നാം ഊന്നരുത്. इन दिनों में हमने अपने समझ पर आश्रित होकर उस पर भरोसा रख के जो भी विषय करके विफल हुए हैं, उन्हीं बातों को परमेश्वर पे आज्ञा पर निर्भर होते करके देखिए, वहां हम सफल होंगे. ഈ ദിവസങ്ങളിൽ നമ്മുടെ ആ ബുദ്ധിയിലും നമ്മുടെ ജ്ഞാനത്തിലും നമ്മൾ ഊന്നാതെ, നമ്മുടെ വിഷയങ്ങളിൽ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കാതെ കർത്താവിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുവാനിടയായിത്തീരും. तो यहाँ देखते हैं कि जब उसने आज्ञाकारिता पूरी रीति से आज्ञा माना तो उसको भरपूरी से परमेश्वर ने वहां मुहैया किया. അപ്പോൾ ഇവിടെ നാം കാണുന്നത് ദൈവത്തിന്റെ ആ ഒരു കൽപ്പന പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ പത്രോസ് ഇടയായപ്പോൾ ആ പത്രോസിന്റെ അവസ്ഥയ്ക്ക് ഒരു നിറവിന്റെ അവസ്ഥ കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. तो अगले कदम हम देखते हैं कि परमेश्वर उन्हें अकेलेपन से एक संगति की ओर, एक फेलोशिप की ओर एक यात्रा में ले चला. അടുത്തത് നാം കാണുന്നത് ഏകനായിരുന്ന അവസ്ഥയിൽ നിന്ന് ഒരു 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 കൂട്ടായ്മ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് 7वें आयत में हम ऐसा पढ़ते हैं, जब जाल फटने लगे तो उन्होंने अपने साथियों को जो दूसरी नाव पर थे संकेत किया और आकर हमारी सहायता करो. മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടകും 2 മുങ്ങുമാറാവുകോളം നിറച്ചു. तो एक अकेलेपन की ओर से एक फेलोशिप की ओर परमेश्वर यीशु मसीह ने ले चल रहा है. അപ്പോൾ ഇവിടെ നാം കാണുന്നത് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏകനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കൂട്ടായ്മ അനുഭവത്തിലേക്ക് ദൈവം പത്രോസിനെ നയിക്കുന്നു. मतलब यहाँ फेलोशिप मतलब शेयरिंग, अपने पास जो कुछ भी परमेश्वर ने बहुतायत से दिया था वो दूसरों को भी शेयर करने के एक अवस्था में अभी पतरस पहुंच गया. കൂട്ടായ്മയുടെ അവസ്ഥയിൽ നാം ഇവിടെ പറയുമ്പോൾ തനിക്കായിട്ട് ദൈവം കൊടുത്തിരുന്ന ആ വലിയ അനുഗ്രഹം അത് മറ്റുള്ളവരൊന്ന് പങ്കുവെക്കുന്ന അവസ്ഥയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. हम बहुत सारे ऐसे लोगों को देखते हैं, वो सोचते हैं कि हम अकेले तो परिश्रम किया था, यदि जाल फटे तो फटे, मछली निकला तो निकलो, दूसरों को तो हम इसमें कोई शामिल नहीं करेंगे. നമ്മൾ അനേക ആൾക്കാർ ഇപ്രകാരം ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയായിത്തീരും. ഞാൻ ഒറ്റയ്ക്ക് പരിശ്രമിച്ച് എനിക്ക് കിട്ടിയതാണ്, ഇനി വല കീറിപ്പോയാലും സാരമില്ല, കുറച്ച് മീൻ പോയാലും സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇത് വലിച്ചകത്ത് കയറ്റും. परंतु पतरस के अंदर एक संगति की ओर यीशु मसीह ने चलाया. പക്ഷേ പത്രോസിന്റെ ജീവിതത്തിൽ ഒരു കൂട്ടായ്മ അനുഭവത്തിലേക്ക് പത്രോസിനെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായിത്തീരും.
तो यहाँ देखते हैं कि पतरस परमेश्वर की आराधना कर रहा है, या परमेश्वर की उपस्थिति में अपने आप को पापी के रीति में, वो कहता है कि मैं पापी मनुष्य हूं। ഇവിടെ പത്രോസിനെ നമ്മൾ കാണുവാനിടയായിത്തീരുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് പത്രോസ് എത്തുവാനിടയായിത്തീരുന്നു. ഞാൻ പാപിയായ മനുഷ്യൻ എന്ന് പത്രോസ് പറയുന്നു. मैं सोच रहा था कि पतरस को किसने बताया कि तू पापी है। यीशु ने तो एक बात भी उससे नहीं कहा कि तू पापी है। ഞാൻ വിചാരിക്കുകയായിരുന്നു പത്രോസിനോട് ആരാ പറഞ്ഞ നീ പാപിയാണെന്ന്. യേശു ഒരു വാക്കിൽ പോലും പറഞ്ഞില്ല നീ പാപിയാണെന്ന്. क्या इन मछलियों ने ही पतरस को देखकर ये बताया कि तुम पापी थे? ഈ മീൻ പത്രോസിനോട് പറഞ്ഞു നീ പാപിയാണെന്ന്. फिर पतरस कैसे पहचान लिया कि वो पापी मनुष्य है? പിന്നെ പത്രസിന് എങ്ങനെ മനസ്സിലായി അവൻ പാപിയാണെന്ന്? तो इस यात्रा में पतरस को एक प्रगतिशील, एक प्रोग्रेसिव रेवलेशन मिलते भी जा रहा था। ഈ യാത്രയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്രോസിന് പ്രോഗ്രസീവായിട്ട് ഓരോ ഘട്ടത്തിലും പത്രോസിന് ഒരു വളർച്ച ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണുവാനിടയായി തീരും. पहले उसके नाव में चढ़ा तब पतरस ने सोचा कि केवल एक गुरु है, एक रब्बी है। ആദ്യം പത്രോസ് വിചാരിച്ചു ഒരു ഗുരുവാണ്, ഒരു റബ്ബിയാണെന്ന്. परंतु जब जाल डालने के लिए बताया तब उस समय तक पतरस को यह पहचान आया था कि ये रब्बी से बढ़कर कुछ और है। രാവിലെ ആകുവാനായിത്തീരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും റബ്ബി അല്ല, റബ്ബിയെ കാട്ടി, ഗുരുവിനെ കാട്ടി കുറച്ചുകൂടെ വലിയ വ്യക്തിയാണെന്ന് പത്രോസിന് മനസ്സിലായി. इसलिए समुद्र में मछली पकड़ने में अच्छे अनुभव रखने वाले पतरस बड़ई के पुत्र यीशु के नाम बात को सुनकर जाल बिछाया था। അപ്പോ അതാണ് നമ്മൾ കാണുന്നത്. മറ്റേ ആ മീൻ പിടിക്കാൻ അനുഭവമുള്ള പത്രോസ് ഇവിടെ നാം കാണുന്നത് കാർപ്പന്റർ ആയിരിക്കുന്ന യോസഫിന്റെ മകനായ യേശുവിന്റെ വാക്ക് കേട്ട് വലയെറുക്കുവാനിടയായി തീർന്നു. तो अभी उससे भी बड़ा एक प्रकटीकरण मिला कि ये हकीकत में एक पवित्र व्यक्ति है। അപ്പൊ ഇവിടെ പത്രോസിന് മനസ്സിലായി ഇത് പ്രത്യേക ഒരു ആളാണ്, അല്ലെങ്കിൽ പ്രത്യേക ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലായി. तो हम मत्ती रचित सुसमाचार में यीशु के कुछ संदेश को ऐसा सुनते हैं। മത്തായി സുവിശേഷത്തിൽ കർത്താവിന്റെ ചില विशेष करके कफरनहूम नगर को देखकर परमेश्वर उलाहना दे रहा, कह रहा है कि तुम में कितने अद्भुत कार्य हुए थे, उसके बावजूद भी तुमने मन नहीं फिराया। കഫർനഹൂമിനെ നോക്കിക്കൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുന്നു, നിന്നിൽ എന്തുമാത്രം അത്ഭുതങ്ങൾ നടന്നു, എങ്കിലും നീ മൻതിരിഞ്ഞില്ല. इतना ही अद्भुत कार्य यदि सदोम गोमोरा में हो गए होते, वो कब के राख में बैठ गए होते। ഇതേ സംഭവങ്ങൾ സോതോമിലും ഗോമോറയിലും നടന്നിരുന്നുവെങ്കിൽ അവർ എന്നേ വെണ്ണീറിലും റെട്ടിലും ഇരിക്കുമായിരുന്നു. प्रियो, कई बार हमारे जीवन में जो अद्भुत कार्य होता है, हमें ये नहीं सोचना है कि हम पवित्र थे इसलिए हुआ है, परंतु परमेश्वर हमारे जीवन में एक मन फिराव के रीति में वो अद्भुत कार्य को करता है। പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല, മറിച്ച് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ദയയിൽ നമ്മളോട് സംഭവിക്കുന്നതാണെന്ന് നമ്മൾ ഓർക്കണം. उद्देश्य रहित जीवन से एक उद्देश्य पूर्ण जीवन की ओर ले चलता है। ഒരു ഉദ്ദേശവും ഇല്ലാത്ത ജീവിതത്തിൽ നിന്ന് ഉദ്ദേശമുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. अभी जब उसने बताया कि मैं पापी हूं, तब यीशु मसीह कहता है कि मैं तुम्हें मनुष्यों को पकड़ने वाला बनाऊंगा। ഞാൻ പാപിയാണെന്ന് പത്രോസ് സമ്മതിച്ചപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്നത്, നിന്നെ ഞാൻ മനുഷ്യനെ പിടിക്കുന്നവരാക്കും. हाँ प्रियो, जब तक हम अपने सृष्टिकर्ता की हमारी प्रभु की बात को नहीं मानेंगे, उसकी उद्देश्य को पूरा नहीं करेंगे, हमारा जीवन उद्देश्य रहित है। നമ്മുടെ സൃഷ്ടികർത്താവിന്റെ, നമ്മുടെ ദൈവത്തിന്റെ ഉദ്ദേശം അത് അത്ര സമയത്തോളം നമ്മുടെ ഉദ്ദേശം ഇല്ലാത്ത ഒരു ജീവിതമായി തീരും. इसलिए उसका अंतिम वचन को देखते हैं। पतरस एक समर्पण की ओर जाता है और सब कुछ छोड़कर यीशु के पीछे हो लिया। അവസാനമായിട്ട് നാം കാണുന്നത് എല്ലാം വിട്ടിട്ട് യേശുവിന്റെ പിന്നാലെ കടന്നു പോകുന്ന പത്രോസിനെയാണ്. तो इसलिए ये बात को देखना है कि प्रभु हमारे जीवन में जो भी आशीष दे रहा है, इसी कमिटमेंट की ओर, इसी समर्पण की ओर हमें ले चलने के लिए है। അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും ഇതുപോലൊരു കമ്മിറ്റ്മെന്റിലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ്.
इसलिए हमें प्रभु की उपस्थिति में हमारे जीवन को समर्पित करें और उस समर्पण की ओर हम इन दिनों में बढ़ेंगे। അതുകൊണ്ട് ദൈവത്തിന്റെ മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം ആഗ്രഹിക്കുന്ന ആ സമർപ്പണത്തിലേക്ക് നമുക്ക് കടന്നു വരാം. इन वचनों के द्वारा हम सभी को आशीषित करें। ഈ വചനത്താൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ നമ്മൾ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് വളരെ പരിചയമുള്ള ഒരു വചനമായിരുന്നു. प्रभु के दास के द्वारा एक वचन हम सुन रहे थे. बहुत ही सुपरिचित एक वचन था. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പത്രോസിനെ കർത്താവ് തന്റെ ശുശ്രൂഷയിലേക്ക് നയിക്കുന്ന വിവരത്തെ പറ്റിയാണ് താനോട് പറഞ്ഞു തുടങ്ങിയത്. कदम एक पड़ाव में पतरस को कैसे परमेश्वर ने अपनी ओर अग्रसर कराया, अगुवाई कराया, इस विषय में हम वहां पर पढ़ते हैं. ഈ ഭാഗത്തെ പലപ്പോഴും ഒരു മിഷൻ പെർസ്പെക്റ്റീവിലാണ് ഞാൻ ഈ കണ്ടിട്ടുള്ളത്. ഈ ഭാഗത്തെ इस भाग को मैंने अक्सर जो है मिशन के मायने से देखा है. 4 കാര്യങ്ങളാണ് ആ ഭാഗത്ത് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട്. ഇന്ന് രാത്രിയിൽ എന്റെ പ്രസംഗത്തിന്റെ വിഷയം അതല്ല എങ്കിലും 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. 4 कार्यों को इसमें से बताना चाहूंगा. ये मेरा प्रचार का विषय नहीं है, लेकिन ये 4 बातों को रखने के बाद मैं अपने विषय की ओर अपना ध्यान मोड़ना चाहूंगा. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഒബീഡിയൻസ് അവിടെ കർത്താവ് ആഗ്രഹിക്കുന്നു. सबसे अहम बात जो परमेश्वर चाहता है वो है आज्ञाकारी बनना. രണ്ടാമത് അവരുടെ ഒബീഡിയൻസ് ഒരു മിറക്കിളിലേക്ക് നടത്തുന്നു. दूसरा, उनका आज्ञाकारी जो होना है वो एक अद्भुत की ओर, एक चमत्कार की ओर उन्हें ले चलता है. അവരിൽ നടക്കുന്ന വലിയ അത്ഭുതം അവരിലെ ഒരു ആരാധനയിലേക്ക് അവരെ നയിക്കുന്നു. और उनके जीवन में जो बड़ा चमत्कार होता है वो चमत्कार उन्हें दंडवत की ओर, आराधना की ओर ले आता है. ആരാധന അവരെ കർത്താവിന്റെ വേലക്കാരാക്കി മാറ്റുക. और परमेश्वर का दंडवत या आराधना जो है उन्हें परमेश्वर का सेवक बनाता है. ആ ഭാഗത്ത് നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് വലിയ മീൻകൂട്ടം കിട്ടിയെന്നോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ പോകേണ്ട സ്ഥലത്ത് ഒത്തിരി നിറഞ്ഞു കിട്ടിയെന്നോ അതിനേക്കാൾ അപ്പുറമായിട്ട് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പടകും വലയും എല്ലാം വിട്ട് സകലവും വിട്ട് യേശുവിന്റെ പിന്നാലെ പോയെന്നുള്ളതാണ് അത്ഭുതം. यहाँ पे जो सबसे बड़ा चमत्कार है वो ये नहीं कि उन्होंने बहुत एक मछली को पकड़ा या फिर जहां पर खाली हाथ जाना था वहां पर वो भरकर आशीष के साथ निकले. लेकिन सबसे बड़ा चमत्कार ये है, सब कुछ पाने के बावजूद, इतनी बड़ी मछली की तादाद को पकड़ने के बावजूद उन्होंने नाव और मछली पकड़ना छोड़कर परमेश्वर के पीछे हो लिया. ये सबसे बड़ा चमत्कार था. യേശു വിളിച്ചപ്പോൾ അവര് വല കഴുകുകയായിരുന്നു. जब यीशु ने उन्हें पुकारा, बुलाया, तब वो अपनी जाल साफ कर रहे थे. ആ വല കഴുകുന്നത് വല കഴുകി മടക്കി വെക്കാൻ വേണ്ടിയായിരുന്നു. വല കഴുകി അത് മടക്കി വെക്കുവാൻ വേണ്ടിയായിരുന്നു അവർ വല കഴുകിക്കൊണ്ടിരുന്നത്. और वो जाल इसलिए धोया जाता है ताकि उसको ठीक से रखा जाए. നിരാശയും സങ്കടവും വേദനയും ഒക്കെ ആ കഴുകി മടക്കി വെക്കുന്നതിന്റെ അവരുടെ കണ്ണുകൾ ഉണ്ടായിരുന്നു. तो उनके हाथ में जो है निराशा या फिर जो कुछ नहीं पकड़ा इसकी हताश होना, और इसलिए वो जाल को धोकर उसे मोड़कर रखना चाहते थे. ആ സമയത്താണ് യേശു അവരോട് പറയുന്നത് അല്പം മുന്നോട്ട് നീക്കുക. और ऐसे समय में यीशु उनसे कहता है कि नाव को थोड़ा गहरे पानी में ले जाओ, അല്പം മുമ്പോട്ട് നീക്കുക. थोड़ा सा हटा दो. കേൾക്കുമ്പോൾ ചെറിയ ഒരു ഹെൽപ്പ് ആണെങ്കിലും പക്ഷെ ഇതൊരു വലിയ പ്രവൃത്തി തന്നെയാണ്. ഒരു കാര്യത്തെ സെറ്റായി അല്ലെങ്കിൽ ഒരു കാര്യത്തെ അവസാനിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രവൃത്തി അവസാനിപ്പിച്ചിരിക്കുന്ന സമയത്തൊന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. सुनने से लगता है बहुत आसान है, छोटी सी काम है, लेकिन असल मायने में ये इतना आसान नहीं होता. जब आपने कोई कार्य पूर्ण किया होता है, जब आप उसके अंत तक पहुंचे होते हैं, फिर से उसको शुरू करना जो है वो इतना आसान नहीं है. അവരൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക, വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരൊരു പ്രവൃത്തി അവസാനിപ്പിച്ചു കഴിഞ്ഞു, വള്ളം കരയ്ക്ക് മാറ്റി, അവര് വള്ളത്തിൽ നിറങ്ങി, അവര് ഒരു പ്രവൃത്തി അവസാനിപ്പിക്കുകയും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അല്പം മുന്നോട്ട് നീക്കുക എന്ന് പറഞ്ഞാൽ അല്പമല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്.
एक कार्य को उन्होंने समाप्त किया, मछली पकड़ना उन्होंने खत्म किया, अपने नाव को किनारे लगाया। अब दूसरा कार्य जो है उस नाव को साफ करना या फिर उस जाल को साफ करना, उस दूसरे कार्य में लगे हुए हैं। उस समय में यीशु आके उनसे कहता है कि अपना नाव थोड़ा हटा लो। मतलब ये इतना आसान नहीं होता, थोड़ा मुश्किल है, അല്പം മുന്നോട്ട് നീക്കുക. थोड़ा सा हटा लो। ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. आज रात काल मैं आप लोगों से एक बात कहना चाहता हूँ प्रियजनों, നാം അല്പം മുന്നോട്ട് നീക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നാം അത്ഭുതത്തിൽ നിന്ന് ഇനിയും ദൂരം നമ്മുടെ അകലമല്ല, അത്ഭുതത്തോട് നമ്മൾ കുറച്ചുകൂടെ അടുക്കുകയാണ്. हम थोड़ा सा हटाने के लिए तैयार है। अगर हम इस बात में आज्ञाकारी होने के लिए तैयार है तो चमत्कार हमसे दूर नहीं है। അത്ഭുതത്തിലോട്ടുള്ള നമ്മുടെ ദൂരം കുറയ്ക്കുകയാണ് ദൈവത്തിന്റെ കൽപ്പനയോടുള്ള നമ്മുടെ അനുസരണം എന്ന് പറയുന്നത്. परमेश्वर की आज्ञा के प्रति जो हमारा आज्ञाकारी बनना है, वो परमेश्वर के चमत्कार के और थोड़ा हमें नजदीक ले आना है। ഒരു പ്രവാചകൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് നിന്റെ ജീവിതത്തിലെ അനുസരണക്കേട് എന്താണ് എന്ന് പറയാതെ തന്നെ നിനക്കറിയാം എവിടെയൊക്കെയാണ് ഇനിയും നിനക്ക് അനുസരണം വേണ്ടിയത് എന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അറിയാം. एक था तुम्हारे सर पे हाथ रख के तुम यहाँ गलत हो, यह कहने से भी ज्यादा आप तमाम लोग जानते हैं आप कहाँ गलत हुए हैं, कहाँ आप गिरे हैं। ये मुझे सुनने वाले तमाम लोग जानते हैं। കർത്താവ് ഒന്നിലധികം പ്രാവശ്യം പല പ്രാവശ്യം പറഞ്ഞിട്ടും അനുസരിക്കാതിരിക്കുവാനുള്ള ഒത്തിരി എക്സ്ക്യൂസസുമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. परमेश्वर ने एक से ज्यादा मर्तबा या दोहरा कर कई मर्तबा हमसे कहने के बावजूद कई बार बहुत से कारणों को लेकर उसकी अवज्ञा करने के लिए हम लोग सब तत्पर होते हैं। ശരിയാണ്, നീ നിരാശനാണ്, ശരിയാണ്, നീ വലം മടക്കി കഴിഞ്ഞു, നീ മടുത്തു കഴിഞ്ഞു, പക്ഷേ നീ അത്ഭുതത്തിൽ നിന്ന് ദൂരെയല്ല, അത്ഭുതത്തിന്റെ വളരെ അടുത്ത് തന്നെയാണ്. പക്ഷേ അനുസരണം കുറച്ചുകൂടെ ഉണ്ടാകേണ്ടതുണ്ട്. सही है तू हताश है, सही है तू अपना जाल को धोकर तू उसे मोड़ के रखना चाहता है, सही है तू सफल नहीं हुआ है, लेकिन अगर परमेश्वर की आज्ञा को अगर मानेगा, अगर तू आज्ञाकारी बनेगा तो परमेश्वर के चमत्कार से तू ज्यादा दूर नहीं है। ഒബീഡിയൻസ് നമ്മുടെ മിറക്കിളിലേക്കുള്ള ദൂരം കുറയ്ക്കും. आगे होना चमत्कार की ओर हमारी दूरी को कम करेगा। നടന്നു കഴിഞ്ഞപ്പോൾ और जब चमत्कार हो गया നമ്മളത് കാണുന്നത് ആ വലിയ ആരാധനയിലോട്ട് മാറുകയാണ്. हम वहां देखते हैं वो चमत्कार के कारण वो एक आराधना की ओर बढ़ते हैं। പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീഴുകയാണ്. पतरस यीशु मसीह के पांव गिर पड़ता है। ആ ആരാധനയാണ് അവനിലേക്ക് വലിയൊരു മിഷണറിയെ എത്തിക്കുന്നത്. और वो आराधना उससे एक बहुत बड़ा परमेश्वर का सेवक या नुमाइंदा बनाता है। ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ് കർത്താവിന്റെ ദാസൻ ജേക്കബിന് ഇതിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ ഒരു ആലോചനയുണ്ട്. പക്ഷേ ഈ ഭാഗത്തു നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന കാര്യം ഇതാണ്: ഒബീഡിയൻസ് മിറക്കിളിലേക്കുള്ള നമ്മുടെ ദൂരം കുറയ്ക്കും എന്നത് ദൈവത്തിന്റെ വചനമാണ്, കർത്താവിന്റെ ആലോചനയാണ്. അനുസരിക്കുവാനുള്ളത് വളരെ കരുതലോടെ അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഒന്നുമില്ലാത്ത ഇടത്തും അത്ഭുതത്തിന്റെ വലിയ വാതിലുകൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തരും എന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ ഉറപ്പാണ് എന്ന് ഈ രാത്രികാലം പറയാൻ ആഗ്രഹിക്കുകയാണ്. मैं विश्वास करता हूँ प्रभु का दास जेकब जॉर्ज को इस वचन के आधार पर आप लोगों को कुछ कहना होगा, लेकिन मैं यही वचन से आप लोगों को जो कहना चाहता हूँ, हमें आज्ञाकारी बनना है। परमेश्वर का वचन हमें ये कहता है अगर आज्ञाकारी बनोगे तो हम चमत्कार से दूर नहीं है, चमत्कार हमारे द्वार के सामने है। इसलिए महत्वपूर्ण ये है कि हम आज्ञाकारी बने। ഒത്തിരി വലിയ അനുസരണക്കേടുകളൊന്നും ജീവിതത്തിലില്ല, ചെറിയ അനുസരണങ്ങളാണ് ഇനി ഉണ്ടാകേണ്ടത്. बहुत बड़ी बड़ी अवज्ञा हमारे जीवन में नहीं है, लेकिन छोटी छोटी बातें हैं। ഇന്ന് രാത്രികാലം അത് ചെയ്യാമെങ്കിൽ നമ്മൾ അത്ഭുതങ്ങളിലേക്ക് എത്തും. आज रात काल हम इसको करेंगे तो हम चमत्कार में पहुंचेंगे। നീ ഏത് നദിയിൽ പരാജയപ്പെട്ടോ ആ നദിയിൽ തന്നെ നിനക്ക് വേണ്ടി അത്ഭുതം കർത്താവ് വെച്ചിട്ടുണ്ട്. जिस झील में जिस नदी में तू विफल हो गया है, उसी नदी में वो तुझे सफल करेगा। നീ ഏത് വെള്ളത്തിൽ പരാജയപ്പെട്ടോ ആ വെള്ളത്തിൽ തന്നെ അത്ഭുതം കർത്താവ് കരുതിയിട്ടുണ്ട്. जिस पानी में तेरा पराजय हुआ है, उसी पानी में तेरा चमत्कार भी होगा। നീ പരാജയപ്പെട്ട ഏത് വള്ളത്തിലാണോ തന്നെയാണ് നിന്നെ അത്ഭുതത്തിന്റെ വള്ളമാക്കിയത് മാറ്റാൻ പോകുന്നത്. जिस नाव में तू पराभव हुआ है, जिस नाव में तू विफल हुआ है,
उसी नाव में तू चमत्कार को देखेगा, उसी नाव से तू जय पाएगा। നിന്റെ തല കുനിഞ്ഞെടുത്ത് കർത്താവ് നിന്റെ തല ഉയർത്തും. जहां तेरा सर झुका है वहां वो तेरा सर को ऊंचा करेगा। പക്ഷെ ഒബീഡിയൻസിന് വലിയ വിലയുണ്ട്. लेकिन आज्ञा मानने में बहुत बड़ी एक महत्व है। ചില കാര്യങ്ങളിൽ പിന്നെയും അനുസരണത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് കൽപ്പിക്കുകയാണ്. कुछ विषयों में फिर से आज्ञा मानने के लिए परमेश्वर की आत्मा हमें आलोचना देती है। ഇത് രാത്രികാലം ഹബക്കുക്കിന്റെ പ്രവചനത്തിൽ നിന്നും ചില ആലോചന നിങ്ങളോട് പറയുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. आज रात काल हबक्कूक नबी की किताब से कुछ बातों को आप लोगों को बताना चाहूंगा। ഈ കാലഘട്ടത്തിൽ ഈ സമയങ്ങളിൽ നമുക്ക് നമ്മളോട് ഒത്തിരി സംസാരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുസ്തകമാണ് ഹബക്കുക്കിന്റെ പുസ്തകം. हमारी इस परिस्थिति में, इस जमाने में हमसे परमेश्वर बात करना चाहने वाला एक किताब है हबक्कूक नबी का किताब। 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. हबक्कूक पहला उसका 5वां आयत। ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവീൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. अन्य जातियों की ओर चित्त लगाकर देखो और बहुत ही चकित हो, क्योंकि मैं तुम्हारे ही दिनों में ऐसा काम करने पर हूँ कि जब वह तुमको बताया जाए तो तुम उसकी प्रतीत न करोगे। നിങ്ങളുടെ കാലത്ത് ഞാനൊരു പ്രവൃത്തി ചെയ്യും, तुम्हारे समय में मैं ये कार्य करूंगा, അത് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. और उसके बारे में जब तुम सुनो तो तुम विश्वास नहीं कर पाओगे। വളരെ ചോദ്യങ്ങളുമായിട്ടാണ് ഹബക്കുക്ക് പ്രവാചകൻ. बहुत सवालों से हबक्कूक नबी है। യഹോവേ, നീ എത്ര നാൾ കേൾക്കാതിരിക്കും? परमेश्वर तू कब तक न सुनेगा? സാഹസം, കലഹം നടക്കുന്നു, കവർച്ച നടക്കുന്നു, ചണ്ട ഉളവായി വരുന്നു. उपद्रव होता है और चिल्ला रहे हैं, अनर्थ हो रहा है ന്യായം വെളിപ്പെടുന്നില്ല. और न्याय प्रकट नहीं होता। യഹോവേ, എത്ര നാളാണിത്? परमेश्वर कब तक ऐसा होगा? എത്ര നാള് ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണം? कब तक मुझे ये सब देखना हो? ചോദ്യങ്ങളാണ് പ്രവാചകനായ ഹബക്കുക്കിന് അവിടെയുള്ളത്. यहाँ पर भविष्यवक्ता हबक्कूक के सामने बहुत सवाल है। എന്നാൽ കർത്താവ് ഹബക്കുക്കിനോട് പറയുകയാണ്, परमेश्वर हबक्कूक से कहता है, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. मैं तुम्हारे समय में ऐसा काम करूंगा। ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. मैं यहाँ पर कुछ कर रहा हूँ, ഞാൻ ഇതുകൊണ്ടിരിക്കുന്നു. मैं कुछ करने पर हूँ। എനിക്കത് നിന്നോട് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. इस समय मैं तुझे वो समझा कर दे नहीं सकता, ഞാൻ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്താലും നിനക്കത് മനസ്സിലാകത്തില്ല. और अगर मैं तुझे समझाने की कोशिश भी करूँ तो तू वो समझ नहीं पाएगा। ഞാനൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैं तेरे लिए एक कार्य कर रहा हूँ, നിന്നോടത് ഇപ്പം വിശദീകരിക്കുവാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, നിനക്കത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തോണ്ടാണ്. और अब मैं तुझे वो कह नहीं सकता, इसलिए नहीं कि मैं तुझे समझा नहीं सकता, लेकिन इसलिए तू समझने की प्राप्ति नहीं रखता। പക്ഷെ എന്റെ വർക്ക്ഷോപ്പിൽ ചില പണികൾ നടക്കുകയാണ്. लेकिन मेरे कार्यशाला में कुछ काम चल रहा है, എന്റെ വർക്ക്ഷോപ്പിനകത്ത് ചില പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. मेरे कार्यशाला के अंदर कुछ कार्य चल रहा है। നീ ശ്രദ്ധിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിനക്കത് മനസ്സിലായെന്ന് വരാം. तू जातियों के बीच में अगर ध्यान से देखे तो हो सकता है तू समझ पाए। നിനക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. तू स्वप्न में भी जो सोच नहीं सकता, ऐसे बातों को मैं कर रहा हूँ। എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം പാപത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. मेरे नाम में बुलाया गया मेरे लोग वो पाप की ओर चल रहे हैं। എന്റെ നാമത്തിൽ വിളിക്കപ്പെട്ടിരിക്കുന്ന വേർതിരിക്കപ്പെട്ട എന്റെ ജനം എന്നെ വിട്ടു മാറിയിരിക്കുകയാണ്. मेरे नाम से अलग किया हुआ चुना हुआ लोग मेरे नाम को छोड़ दिया है। അതുകൊണ്ട് ഞാൻ ഉഗ്രതയുള്ളതും ശക്തിയുള്ളതുമായ ബാബേലിനെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. इसलिए मैं एक बर्बर और एक तीव्र बाबुल को मैं खड़ा करूंगा। ന്യായത്തെ മറിച്ചിടുന്ന അവരുടേതായ ന്യായങ്ങൾ മാത്രമുള്ള ഒരു ബാബിലോണിനെ ഞാൻ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. न्याय की व्यवस्था को जो उल्ट फेर कर देगा, जो सिर्फ अपनी बातों को न्याय साबित करेगा, ऐसा एक बाबुल को मैं खड़ा करूंगा। എന്റെ ജനത്തിനെതിരെ
ഞാൻ ബാബിലോണിനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. मेरे लोगों के खिलाफ मैं बाबुल को अभिषेक करने वाला हूँ. ഹബക്കൂക്ക് പ്രവാചകൻ ചോദിക്കുകയാണ്, എന്റെ ദൈവമായ യഹോവേ, അതിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, എന്റെ ദൈവമായ യഹോവേ, നീ പരിശുദ്ധനല്ലോ, നിനക്ക് എങ്ങനെ അങ്ങനെ പറ്റും? ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനല്ലേ? പീഡനം കാണുവാൻ കഴിയാത്തവനല്ലേ? യഹോവേ, നിനക്ക് എങ്ങനെ പറ്റും അത്? 12वें आयत में हबक्कूक नबी कहता है, हे मेरे प्रभु यहोवा, हे मेरे पवित्र परमेश्वर, क्या तू अनादि काल से नहीं है? इस कारण हम लोग नहीं मरने के। हे यहोवा, तूने उनको न्याय करने के लिए ठहराया है। हे चट्टान ने उलाहना देने के लिए उनको बटाया है। तू ये कैसा करेगा? ये सवाल करता है. ചോദ്യങ്ങൾ ഒത്തിരി ചോദിച്ച് ഹബക്കൂക്ക് പ്രവാചകൻ ഒത്തിരി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. तो यहाँ पर बहुत से सवाल करते हुए यहाँ पर नबी जो है वो गड़बड़ा जाता है. യഹോവയുടെ ഉത്തരം വളരെ സ്പെസിഫിക് ആണ്. परमेश्वर का उत्तर जो है बड़ा स्पष्ट था. ഞാൻ ചിലത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, मैं कुछ कर रहा हूँ. ഞാൻ ചിലത് നിങ്ങളുടെ തലമുറയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैं तुम्हारे इस जमाने में, इस पीढ़ी में कुछ कर रहा हूँ. അത് വളരെ തികവുള്ള പ്രവൃത്തിയാണ്. और वो बहुत ही, वो जो है परफेक्ट एक काम है. നീ വർക്ക്ഷോപ്പിൽ വന്നാൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിരിക്കും നീ കേൾക്കുന്നത്. तो अगर मेरे कार्यशाला में आए तो बहुत सी आवाज को तू सुनेगा. നീ അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. നീ വർക്ക്ഷോപ്പിൽ വരണ്ട, നീ ഷോറൂമിൽ മാത്രം നിന്നാ മതി. इसलिए तू मेरे कार्यशाला में ना आ, तू केवल शोरूम में रुक. എന്റെ വർക്ക്ഷോപ്പിലോട്ട് പ്രവേശിക്കണ്ട. मेरे वर्कशॉप में प्रवेश ना कर. അവിടെ നടക്കുന്ന ഓരോ അടിയും ഓരോ മറിച്ചിലും ഒക്കെ നിന്നെ ഒത്തിരി അസ്വസ്ഥനാക്കും. क्योंकि वहां पर जो मार है, वहां पे जो शोर है, वो तुझे अस्वस्थ करेगा. നിനക്ക് വെയിറ്റ് ചെയ്യാം. तू ठहर, तू बाढ़ जो. വറി ചെയ്തുകൊണ്ടിരുന്ന പ്രവാചകനോട് കർത്താവ് പറയാണ്, വെയിറ്റ് ചെയ്യുക. चिंता करने वाले नबी से परमेश्वर कहता है, तू इंतजार कर. 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന അതാണ്, ഞാൻ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. दूसरे अध्याय के प्रारंभ में हम देखते हैं नबी कहता है कि मैं इंतजार करने के लिए तैयार हूँ. യഹോവ അരുളി ചെയ്യുന്നവരെയും ഞാൻ വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. परमेश्वर मुझे जब तक उत्तर न देगा तब तक मैं इंतजार करूंगा. ഇനി എനിക്ക് അങ്ങോട്ട് ചോദ്യമൊന്നുമില്ല. अब कोई सवाल नहीं. എന്റെ ആവലാതി സംബന്ധിച്ച് എന്ത് ഉത്തരം യഹോവ അരുളി ചെയ്യും? मेरी पीड़ाओं के समेत परमेश्वर क्या उत्तर देगा? എന്നും വെയിറ്റിംഗിലേക്ക് ഹബക്കൂക്ക് തിരിയുകയാണ്. अब चिंता से बाढ़ जो होने की, इंतजार करने की उस पड़ाव में हबक्कूक पहुंचा है. ഹബക്കൂക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ और जब वो इंतजार कर रहा था, 2 പ്രധാനപ്പെട്ട ദർശനം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഹബക്കൂക്കിന് നൽകിയാണ്. परमेश्वर की पवित्र माँ 2 दर्शन हबक्कूक को देता है. അത് രണ്ടും 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. और वो दोनों दूसरे अध्याय में अंकित किया है. ഒന്നാം എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ളതാണ്. पहला दर्शन जो है कि मेरा विश्वासी जो है, मेरा धर्मी विश्वास से जिएगा. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. मेरा धर्मी विश्वास से जिएगा. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാൻ പോവുകയാണ്. मेरा धर्मी जो है वो विश्वास से जीने वाला है. ഇത് മാർട്ടിൻ ലൂതർ പറഞ്ഞതല്ല, ഇത് ഹബക്കൂക്ക് പറഞ്ഞതാണ്. ये मार्टिन लूथर ने नहीं कहा, ये हबक्कूक नबी ने कहा था. ഇത് പൗലോസ് പറയുന്നതിന് മുമ്പ് ഹബക്കൂക്ക് പറഞ്ഞതാണ്. प्रेरित पौलोस कहने से पहले हबक्कूक नबी ने ये कहा था. ഒത്തിരി ചോദ്യവുമായിട്ട് ദൈവസന്നിധിയിൽ ചെന്നിരുന്ന ഹബക്കൂക്കിനെ കൊണ്ട് ദൈവം കൊടുത്തിരിക്കുന്ന അതിശക്തിയേറിയ ദർശനം. बहुत सवालों के साथ, चिंता के साथ परमेश्वर के सामने बैठा हुआ हबक्कूक को एक सामर्थी दर्शन जो परमेश्वर ने दिया. ഇത് പറയാൻ കാര്യം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ കർത്താവ് അവന്റെ കണ്ണുകൾക്ക് വലിയൊരു പ്രകാശം കൊടുക്കുകയാണ്. ये कहने का तात्पर्य दूसरा अध्याय के 14वें आयत में परमेश्वर जो है उसकी आंखों को एक प्रकाश देता है. വെള്ളം സമുദ്രത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. क्योंकि पृथ्वी यहोवा की महिमा के ज्ञान से ऐसा भर जाएंगी जैसा समुद्र जल से भर जाता है. ഭൂമിയിലെ ഒരു കോണ് പോലുമില്ല, 1 ഇഞ്ച് സെന്റ് സ്ഥലം പോലുമില്ല യഹോവയുടെ പരിജ്ഞാനത്തിന് വെളിയിൽ പോയിരിക്കുന്ന. വെള്ളം സമുദ്രത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ യഹോവയുടെ സമ്പൂർണമായ ആധിപത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. യഹോവയ്ക്ക് അബദ്ധം പറ്റുന്നില്ല, യഹോവ കൃത്യമായിട്ട് കാര്യം ചെയ്യുന്നു എന്ന അതിശക്തിയേറിയ ദർശനം അവന്റെ കണ്ണുകളിലേക്ക് വരികയാണ്.
संसार की या पृथ्वी की कोई भी भाग, एक छोटा सा भी भाग जो है परमेश्वर की महिमा के परे नहीं है। लेकिन जैसा पृथ्वी में समुद्र भरा हुआ है, वैसा संसार की तमाम बातें जो है वो परमेश्वर की महिमा में है और परमेश्वर से नियंत्रित है। कोई भी बात पृथ्वी का नहीं है जो उसके नियंत्रण के बाहर है। तो ये बात और ये दर्शन जो है हबक्कूक नबी को, ये सामर्थ्य का दर्शन परमेश्वर ने दिया। ഭൂമി മുഴുവൻ കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നാലും संसार पूरा उलट पुलट क्यों ना हो, അതിശക്തിയേറിയ പ്രതിസന്ധിയിലൂടെ എക്കണോമിക് റിസഷനിലൂടെ ഭൂമി കടന്നു പോകേണ്ടി വന്നാലും बहुत ही बड़ी आर्थिक संशोधन के द्वारा अगर ये दुनिया चली भी क्यों न जाए, ഒരു കൂട്ടമായിട്ടുള്ള ജോലി നഷ്ടപ്പെടലും കൂട്ടമായിട്ടുള്ള അസ്വസ്ഥതകളും ഇളക്കി മറിയുന്ന ഒരു അവസ്ഥ ഉണ്ടായെങ്കിലും हो सकता है बहुत टाइप से लोग बहुत ही बड़े झुंडों में अपनी नौकरी क्यों न गवाए, या फिर बहुत ही बड़ा उथल पुथल इस संसार में क्यों मच न जाए। യഹോവയുടെ അഭിഷക്തനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാണ്, വെള്ളം സമുദ്രം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ എന്റെ പരിജ്ഞാനത്താൽ എന്റെ വിവേകത്താൽ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. परमेश्वर अपने अभिषक्त से नबी से कहता है, जैसा समुद्र में पानी भरा हुआ है, बिल्कुल वैसे ही संसार भर में मेरी महिमा से भरा हुआ है। 2-ാം അധ്യായത്തിൽ 20-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവ അവന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമി അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. दूसरे अध्याय के 20वें आयत में ऐसा लिखा है, परंतु यहोवा अपने पवित्र मंदिर में है, समस्त पृथ्वी उसके सामने शांत रहे। ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവം ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാകും. आज रात काल मुझे सुनने वाले मसीह लोगों, आप लोगों के मन में भी बहुत से सवाल होंगे। ഇങ്ങനെയൊക്കെ കടന്നുപോയാൽ എങ്ങനെയൊക്കെ ആയിരിക്കും കാര്യമെന്ന് നിനക്ക് ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ടാകും. ऐसे अगर दिन गुजरता गया तो कैसा होगा भविष्य, ऐसा सवाल तुम्हारे सामने होगा। എന്നാൽ ഇന്ന് രാത്രികാലം നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ, ലോകത്തോടല്ല നിന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാൻ പോവുകയാണ്. लेकिन आज रात काल में मेरे परमेश्वर को तुम लोगों से, संसार से नहीं अपने लोगों से कहना है, मेरा धर्मी जन विश्वास से जिएगा। Praise the Lord. നീ പറയുന്നത് നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യാൻ തുടങ്ങുക. तेरा चिंता करना छोड़कर तू इंतजार करने लग। നീ കണ്ണു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് കാണാൻ പറ്റുന്ന യഹോവ അവന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. तू अपनी आंखों से देखेगा तो तू देख पाएगा परमेश्वर अपने पवित्र मंदिर में है। വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ശബ്ദം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർക്കുന്ന ഇടിമുഴക്കം പോലെയും ഞാൻ സ്വർഗത്തിൽ കേട്ട ശബ്ദം, ഹല്ലേലൂയ, സർവശക്തനായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. Amen. प्रकाशित Hallelujah. वाक्य उसका 6 में ऐसा लिखा है, फिर मैंने बड़ी भीड़ का सा और बहुत जल का सा शब्द और गर्जनों का सा बड़ा शब्द सुना कि हालेलुया, इसलिए कि प्रभु हमारा परमेश्वर सर्वशक्तिमान राज्य करता है। Praise the Lord. ഒരു വിടുതലും താൻ കണ്ടിട്ടില്ല. യോഹന്നാൻ ഒരു വിടുതലും കണ്ടിട്ടില്ല. यूहन्ना ने कोई भी छुटकारा या चंगाई नहीं देखा തന്നെ അവിടുന്ന് റിലീസ് ചെയ്യാൻ ഒരു ഓർഡറും ഇഷ്യൂ ചെയ്തിട്ടില്ല. और उसे वहां से छुड़ाने के लिए कोई भी आज्ञा नहीं आया है പ്രതിസന്ധികൾക്ക് ഒരു അയവും സംഭവിച്ചിട്ടില്ല. और उसकी जो परेशानी है उसमें थोड़ा भी ढील नहीं हुआ। താൻ അപ്പോഴും യഹോവയുടെ കർത്താവിന്റെ നാമം നിമിത്തം താൻ തടവുകാരനായിട്ട് തന്റെ ആയുസിന്റെ ആ അവസാന ഘട്ടത്തിൽ വേദനയോടുകൂടെ പത്മോസ് ദ്വീപിലാണ്. और उस समय में बंदी होकर अपने जीवन की आखिर को ताकते हुए वो वहां पर उस टापू में है। ഏകാന്ത തടവുകാരനായിട്ട് അവിടെ കിടക്കുമ്പോൾ अकेला बंदी बनकर जब वहां पर वो रहता है, യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നത് കണ്ടതുപോലെ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, സർവശക്തനായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. परमेश्वर की महिमा जैसे सारे संसार भर में देखा, वैसा यहाँ पर यूहन्ना कहता है, परमेश्वर सर्वशक्तिमान सब संसार पर राज्य करता है। വാഴുന്ന ഡൊമിനീഷൻ അല്ല, വാഴുന്ന ഡയോക്ലീഷ്യൻ അല്ല, വാഴുന്ന നീറോ ചക്രവർത്തിമാരല്ല, വാഴുന്നത് സർവശക്തനായ കർത്താവാണ് എന്ന ദർശനം അകത്തെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ യോഹന്നാന് സാധിക്കുന്നു. राज्य करने वाला यहाँ वहां का कोई चक्रवर्ती या और कोई राजा नहीं है, राज्य करने वाला हमारा सर्वशक्तिमान परमेश्वर है। ഹല്ലേലൂയ. Hallelujah. हालेलुया।
Hallelujah. രണ്ടാം അധ്യായത്തിൽ മൗനമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മൗനമായിരുന്ന പ്രവാചകൻ പാട്ടുപാടി തുടങ്ങിയാണ്. दूसरे अध्याय में जिसको कहा गया कि तू चुपचाप रह या इंतजार कर, तीसरे अध्याय में हम देखते हैं वो नबी गीत गाता है, गाने लगता है. സർവഭൂമിയും യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന കാഴ്ച കണ്ടവൻ, पूरा संसार भर परमेश्वर की महिमा से भरा हुआ है जिसने ये देखा. അവിടെ വിഭ്രമരാഗത്തിൽ ഒരു പ്രാർത്ഥനാ ഗീതം അങ്ങ് പ്രാർത്ഥിക്കുകയാണ്, ഒരു പ്രാർത്ഥനാ ഗീതം തുടങ്ങുകയാണ്. यहाँ पर एक प्रार्थना का गीत वो आरंभ करता है. ആ പ്രാർത്ഥനാ ഗീതം നമ്മൾ വായിച്ചു കേട്ടാൽ മൂന്നാം വാക്യം തൊട്ട് താഴോട്ട് വായിച്ചാൽ നമുക്ക് കാണാം, ദൈവം തേമാനിൽ നിന്ന് വരുന്നു, പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്ന് വരുന്നു എന്ന് തുടങ്ങി അവിടെ പറയുകയാണ്. तीसरे आयत से नीचे अगर हम देखेंगे तो हम देखेंगे ईश्वर तेमान से आया है, पवित्र ईश्वर परवान पर्वत से आ रहा है. ऐसे बातों को हम वहां पढ़ पाते हैं. അഞ്ചാം വാക്യത്തിൽ മഹാമാരിയെ പറ്റി പറയുന്നു, ജരാഗ്നിയെ പറ്റി പറയുന്നു, ഭൂമി പിളർന്നതിനെ പറ്റി പറയുന്നു. बाद में महाजर के बारे में कहता है, पृथ्वी निकलने के बारे में, उसको नाप लेने के बारे में लिखा है. എട്ടാം വാക്യത്തിൽ കുതിരപ്പുറത്തും രഥത്തിലും കയറിയിരിക്കുന്നവരെ പറ്റി പറയുന്നു. और 8वें अध्याय में रथों में और घोड़ों पर आने वालों के बारे में लिखा है. 12ാം വാക്യത്തിൽ സൂര്യനും ചന്ദ്രനും അതിന്റെ സ്വഗ്രഹത്തിൽ നിൽക്കുന്നതിനെ പറ്റി പറയുന്നു. 11वें आयत में तारे और चांद के बारे में लिखा है जो उसके झलक पर है. മൗനത്ത് പ്രവാചകൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ, जब वो शांत होकर बैठने लगा, മൗനമായിട്ട് താൻ ഇരിക്കാൻ തുടങ്ങിയപ്പോൾ, जब वो शांत और मौन होकर बैठ, തലമുറയാ ഇസ്രായേൽ യഹോവ ചെയ്ത ഓരോരോ കാര്യങ്ങളെ എണ്ണി 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 പ്രവാചകന്റെ മുമ്പിലോട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാഴ്ചയാക്കി കൊടുക്കുകയാണ്. पीढ़ी पीढ़ी से परमेश्वर ने अपने लोग इस्राएल के साथ जो किया, पवित्र आत्मा दर्शन के रूप में नबी को प्रकाशित करता है. മോശയുടെ കാലത്ത് നടത്തിയ വഴികൾ, मूसा के समय में जैसा चलाया, ചെങ്കടലിലൂടെ നടത്തിയ വഴികൾ, लाल समुद्र के द्वारा जो चलाया, ഫറവോന്റെ കൊട്ടാരത്തിൽ അവനെ നയിച്ച വഴികൾ, फरोन के वो महल में जैसे उसकी अगुवाई की, യോശുവയുടെ നേതൃത്വത്തിൽ നടത്തിയ വഴികൾ, योशुआ के नेतृत्व में जैसे उनकी अगुवाई की, ചരിത്രത്തിലൂടെ അവർ കയറി ഇറങ്ങിയ വഴികൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. और इतिहास भर में जो भी मार्ग में वो चला, ये तमाम बातों को यहाँ पर पवित्र आत्मा नबी को दिखाता है. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നീ മൗനമായിരിക്കുന്നുവെങ്കിൽ നിന്റെ മൗനത മാറി എങ്ങനെയാണെന്ന് അറിയാമോ? നിന്റെ നീ മൗനത്തിലേക്ക് കയറുമ്പോൾ യഹോവയുടെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തിയ വഴികളെ, നിന്നെ കടത്തിവിട്ട പാതകളെ, നിന്നെ കൊണ്ടുവന്ന വഴികളെ, എവിടെ നിന്ന് നീ എവിടേക്ക് എത്തിച്ചു എന്നുള്ള പഴയ കാലത്തെ യഹോവയുടെ പരിശുദ്ധാത്മാവ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നിനക്ക് തരും. आज रात काल परमेश्वर की आत्मा तुमसे कहना चाहता है कि अगर तुम मौन होकर, अगर तुम चुप्पी साधोगे, तो तुम्हारी चुप्पी अवस्था में, उस मौन अवस्था में परमेश्वर ने तुमको अभी तक लाया हुआ हर एक पड़ाव को, जैसे तुम्हारी अगुवाई की, तुम कहाँ पर थे और कहाँ तुमको ले आया है, इन तमाम बातों को एक एक करके तुम्हारे सामने वो ले आएगा. വെക്കുവാൻ നിനക്ക് ഒരു ചുവട് പോലും കാണാനില്ലെങ്കിലും നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയേ, നീ എവിടെ നിന്ന് എവിടേക്ക് വന്നു എന്ന് യഹോവ നിനക്ക് പറഞ്ഞു തരും. आगे रखने के लिए एक कदम भी तुम्हें दिखता ना होगा, लेकिन पीछे मुड़कर देख तुझे कहाँ से कहाँ परमेश्वर लेकर आया है. നന്ദി നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് മാത്രമേ പ്രിയപ്പെട്ടവരെ ആരാധന വെളിപ്പെടുത്തുള്ളൂ. और एक धन्यवाद से भरा हुआ हृदय से ही दंडवत और आराधना निकलता है. നന്ദി കൊണ്ട് ഹൃദയം നിറയണമെങ്കിൽ ഇന്നലകളിൽ യഹോവ നടത്തിയ വഴികളെ മറന്നുപോകരുത്. और अगर धन्यवाद से भरना है तो कल जो प्रभु ने चलाया उसको भूलना नहीं. ഇന്നലകളിൽ നീ സ്വപ്നം പോലും കണ്ടില്ലായിരുന്നു, നിന്നെ നടത്തിയ വഴികൾ അത്രയ്ക്ക് വലിയ വഴികളായിരുന്നു. कल तक तूने स्वप्न भी नहीं देखा था, लेकिन ऐसे मार्गों से उसने तुझे चलाया. നാളേക്ക് നോക്കി നീ അന്താളിച്ചിരിക്കേണ്ട. നിന്നെ ഇന്നലെ നടത്തിയ വഴികളെ നിനക്കറിയാമല്ലോ, നീ കടന്നു വന്ന വഴികളെ നിനക്കറിയാമല്ലോ. നീ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ എന്തുമാത്രം കാരണമുണ്ട്. कल क्या होगा, भविष्य में क्या होगा, ये सोचकर तुझे अपने मन को बोझ करने का जरूरत नहीं. तू पीछे मुड़कर देख, तू कहाँ था, तू कैसे आया, कैसे प्रभु ने चलाया. इसको स्मरण करेगा तो बिना स्तुति किए तो बैठ नहीं सकता.
ചെങ്കടലിനെ രണ്ടായിട്ട് അവിടെ പിടിച്ചു നിർത്തിയില്ലേ? അതിന്റെ വഴി നടുക്കൂടെ ഉണങ്ങി നിലം ഒഴുക്കി നിന്നെ കടത്തിവിട്ടില്ലേ ദൈവം? और जो समुंदर, लाल समुंदर तुझे रोकने वाला था, उस समुंदर को दो भाग कर उसके बीच में से तुझे पार नहीं कराया परमेश्वर? നീ ഭയപ്പെട്ടത് എത്രയോ കാര്യങ്ങളെ അവൻ മാറ്റിക്കളഞ്ഞു. जिस चीजों से भी तू डरा, कितनी डरावनी ऐसे बातों को उसने हटा दिया. നിന്റെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുക. तेरे सवालों को तू बंद कर. നിന്റെ ചോദ്യങ്ങൾ അവസാനിപ്പിക്കുക. तेरे सवालों को बंद कर. നീ സോളിറ്റ്യൂഡിലോട്ട് പ്രവേശിക്കുക. तू एकांत में प्रवेश कर. അവിടെ വലിയ ദൈവത്തിന്റെ പദ്ധതി നിനക്ക് കാണാൻ പറ്റും. वहां पर परमेश्वर की बड़ी बड़ी योजनाओं को तू देख पाएगा. സർവ്വഭൂമിയും അവന്റെ പരിജ്ഞാനം കൊണ്ട് നിറയുകയാണ്. तमाम संसार उसकी महिमा से, उसकी विवेक से भरा हुआ है. നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരങ്ങൾ മരിച്ചു വീഴുന്നുണ്ട്. तेरे दाएं तेरे बाएं हजारों मरते होंगे. നിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കോവിഡിന്റെ പ്രയാസങ്ങൾ കാണും. तेरे दाएं बाएं चारों ओर कोविड महामारी का मुश्किलात हो. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയാനുള്ളത്, लेकिन आज रात काल परमेश्वर की पवित्र आत्मा जो तुझसे कहना चाहता है, എന്റെ ആലോചന ഇല്ലാതെ ഒന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല. मेरी योजना के बिना इस संसार में कुछ भी नहीं होता. എനിക്ക് അറിയത്തില്ല ഇനി എന്നാ ചെയ്യണം, എനിക്കറിയത്തില്ല, എന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോകുന്നു എന്ന് പശ്ചാത്തപിക്കുന്ന പ്രധാനമന്ത്രിമാരെ പോലെയല്ല സർവശക്തനായ കർത്താവ്. എനിക്കറിയാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങോട്ട് നീങ്ങുന്നു എന്ന് എനിക്ക് വളരെ വ്യക്തമുണ്ട്. ഞാൻ ചിലത് ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിലേക്ക് ഭൂമി മുഴുവൻ ഒന്നൊന്നായി നടന്നു കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ പരിജ്ഞാനം ഭൂമി നിറഞ്ഞിരിക്കുന്നു എന്ന് കാണുവാൻ ഇന്ന് രാത്രികാലം നിന്റെ കണ്ണുകളെ കർത്താവ് തുറക്കട്ടെ. मुझे नहीं पता अब मुझे क्या करना है, मुझे नहीं पता अब क्या होगा आगे. संसार भर के प्रधानमंत्री लोग और वजीर लोग जब हार मान चुके हैं कि हम नहीं जानते कि कल क्या होगा, परमेश्वर यहोवा स्वर्ग से कहता है कि मैं जानता हूँ क्या हो रहा है. परमेश्वर कहता है कि संसार भर में, पूरी पृथ्वी भर में मेरी महिमा और मेरी योजना के तहत ही सब कुछ हो रहा है. और जैसा मैंने सोचा था बिल्कुल वैसे पृथ्वी कदम कदम कर, एक एक कदम लेकर उसकी ओर प्रवेश कर रहा है. और उस परमेश्वर की इस महिमा को आज हमें देखना है मसीह लोगों. അത്തിവൃക്ഷം തളിർക്കുന്നില്ല, മുന്തിരിയിൽ ഫലമുണ്ടാകുന്നില്ല. अंजीर का पेड़ जो है उसमें बात नहीं आता और दाखलताओं में फल नहीं होते. ആട്ടിൻകൂട്ടത്തിൽ തൊഴുത്തിൽ നശിച്ചു പോകുന്നു, ഗോശാലകളിൽ ഒന്നുമില്ല. और गौशाला खाली है क्योंकि भेड़ बकरियां नाश हो गया है. സകലവും സീറോയിലേക്ക് എത്തുകയാണ്. सब कुछ शून्य में पहुंच रहा है. അത്തിയിൽ ഫലമുണ്ടാകുകയും മുന്തിരിയിൽ അനുഭവം ഉണ്ടാകുകയും ഒലിവ് മരത്തിൽ പ്രയത്നമുണ്ടാകുകയും ആട്ടിൻ തൊഴുത്തിൽ പാലുകൾ ഉണ്ടാകുകയും ചെയ്തില്ലെങ്കിൽ സാധാരണപ്പെട്ടവന് സന്തോഷിക്കാൻ പറ്റത്തില്ല. अगर अंजीर के वृक्षों में फल न लगे, अगर दाखलताओं में फल न आए, अगर जलपाई का वृक्ष अगर धोखा दे और खेतों में अन्न नहीं आता, और अगर भंडारशालाओं में भेड़ बकरियां ना हो, तो एक साधारण व्यक्ति खुश नहीं, आनंद नहीं हो पाता. കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിൽ ആർക്കും സന്തോഷിക്കാൻ പറ്റത്തില്ല. अगर अपना विषय कुछ नहीं चल रहा तो किसी को भी आनंदित नहीं हो. കാര്യം എന്ത് സംഭവം, വാട്ട് ഈസ് ഹാപ്പനിങ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാപ്പി ഉണ്ടാകുന്ന മനുഷ്യന്. क्योंकि क्या हो रहा है इसके आधार पर लोगों में आनंद आता है. എന്നാൽ നിന്റെ അകത്ത് ഹാപ്പി അല്ല ദൈവം വെച്ചേക്കുന്ന ജോയ് ആണ്. लेकिन तेरे अंदर खुशी नहीं, आनंद को रखा है. നിന്റെ അകത്ത് ദൈവം വെച്ചേക്കുന്നത് രക്ഷയുടെ സന്തോഷമാണ്. तेरे अंदर परमेश्वर ने उद्धार का आनंद को रखा है. ഗോശാലകളിലും അത്തിയിലുമുള്ള ആനന്ദമല്ല, जलपाइयों में या गौशालाओं में जो आनंद है वो नहीं, യഹോവയിലുള്ള ആനന്ദമാണ്. परमेश्वर में जो आनंद है. അത് ഈ നാളുകളിലൊക്കെ നമ്മൾ പാട്ടുപാടിയിട്ടേ ഉള്ളൂ, നമ്മൾ അനുഭവിച്ചിട്ടില്ല. इन दिनों में हमने केवल इसके बारे में गीत गाया है, कभी अनुभव नहीं किया. നമ്മൾ ഇതുവരെയും പാടിക്കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കാൻ പോവുകയാണ്. अभी तक जो हमने गीत गाया वो सब अब अनुभव करने वाले हैं. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. धर्मी जन विश्वास से जिएगा. മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാകണം ജീവിക്കുവാൻ, പക്ഷെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കാൻ പോവുകയാണ്. दूसरों के लिए, अन्य जाति लोगों के लिए
खुश होने के लिए, आनंद होने के लिए, जीने के लिए कुछ आधार चाहिए, लेकिन धर्मी जो है നീ वो विश्वास से കേറിയിട്ടില്ലാത്ത जिएगा। നീ കയറിയിട്ടില്ലാത്ത ചില മലകളിലേക്ക്, വിശ്വാസത്തിന്റെ മലകളിലേക്ക് നീ കയറാൻ പോവുകയാണ്. कुछ ऐसे विश्वास के पर्वत जहां पर तू कभी चढ़ा नहीं था, ऐसे विश्वास के पर्वतों पर तू चढ़ाई करेगा। നിന്റെ കാലുകളെ അവൻ മാൻപേട കാലുകളെ പോലെ ആക്കാൻ പോവുകയാണ്. तेरे पावों को हिरण के पाव के जैसा वो सशक्त बनाएगा। ഈ വിഷമമായിട്ടുള്ള പരിസ്ഥിതിയിൽ ദൈവം നമ്മുടെ കാലുകളെ മാൻപേട കാലുകളെ പോലെ ആക്കാൻ പോവുകയാണ്. इस मुश्किल के घड़ी में परमेश्वर हमारे पाव को हिरण के पाव के नाई करेगा। വിശ്വാസത്തിന്റെ ചില സ്റ്റെപ്പുകൾ എടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിന്നോട് കൽപ്പിക്കുകയാണ്. विश्वास के कुछ कदम को लेने के लिए पवित्र आत्मा आप लोगों को आज्ञा देता है। തകർത്ത് തരിപ്പണമാക്കിയിട്ടല്ല, നിന്നെ ഇല്ലാതെ ആക്കിയിട്ടല്ല, ഗോശാലകളിൽ ഒന്നും വേണ്ട, അത്തിയിലൊന്നും വേണ്ട. പക്ഷെ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്ന എങ്ങനെയാണെന്ന് നീ കാണും. पूरी तरह से नाश करके नहीं, तुझे निस्तनाबूद करके नहीं, तुझे हताश करके नहीं। हो सकता है तेरे दाखलता में फल ना हो, जलपाई के पेड़ में फल ना हो, और तेरे गौशालाओं में भेड़ बकरी ना हो, लेकिन मेरा धर्मी जन विश्वास से जिएगा, ये तू देखेगा। ദൈവസഭയെ നാം കേറിയിട്ടില്ലാത്ത ചില മലകളിലേക്ക് കർത്താവ് നമ്മളെ ഹൈറ്റിലേക്ക് കയർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വാസത്തിന്റെ വേലയുടെ ചില ഹൈറ്റുകളിലേക്ക് കയറുവാൻ കർത്താവ് നമ്മെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. परमेश्वर की कलीसिया विश्वास की आत्मा की उस पहाड़ों पर जहां पर हमने कभी चढ़ा नहीं था, जो ऊंचाई पे हम कभी चढ़े नहीं थे, ऐसे ऊंचाई पे चढ़ने के लिए परमेश्वर हमें न्योता देता है। ഹബക്കൂക്കിന്റെ ഈ 3 അധ്യായങ്ങൾ വായിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ അകത്ത് തന്ന 3-4 ചിന്തകൾ ഞാൻ ഒരുമിച്ച് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. हबक्कूक के इन वचनों को पहला, दूसरा, तीसरा अध्याय को जब पढ़ा तो परमेश्वर ने मुझे अंदर दिया हुआ 3 चिंताओं को जल्दी से बताना चाहूंगा। നാം പലപ്പോഴും സാഹചര്യങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. कई बार हम परिस्थितियों को बदलने के लिए प्रार्थना करते हैं, എന്നാൽ സാഹചര്യങ്ങളെ മാറ്റാതെ നമ്മെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയുക. लेकिन परिस्थितियों को बिना बदले हमें बदलने वाला एक परमेश्वर है, इस बात को जान लेना। സാഹചര്യങ്ങളെ നമുക്ക് വേണ്ടി മാറ്റാതെ നമ്മെ കർത്താവ് സാഹചര്യങ്ങൾക്ക് മീതെ ചലിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. परिस्थितियों को हमारे अनुकूल में तब्दील न करते हुए हमें उन परिस्थितियों का सामना या उससे परे चलने की एक बदलावट देने का एक परमेश्वर। പ്രവാചകൻ പ്രതിസന്ധി വന്നപ്പോൾ പ്രവാചകൻ വിശ്വസിച്ചു ഇസ്രായേലിന്റെ റിവൈവലാണ് ദൈവം ഉദ്ദേശിക്കുന്നതെന്ന്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധൻ അവനോട് പറഞ്ഞു, റിവൈവൽ അല്ല, മാനസാന്തരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. जब उपद्रव हुआ तब नबी ने सोचा इस्राएल के लोगों के बीच में एक बेदारी होगा, लेकिन परमेश्वर ने नबी से कहा मुझे बेदारी नहीं, मुझे मन फिराव चाहिए। ആണ്ടുകൾ കഴിയുന്നു മുമ്പേ യഹോവേ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്ന കരച്ചിൽ. सालों बीतने के पहले परमेश्वर तू हमें क्या फिर से नहीं जिलाएगा? കർത്താവേ ഞങ്ങളെ സഭയായിട്ടൊരു വീണ്ടും ജീവനത്തിലേക്ക് നീ തിരിച്ചു എത്തണമേ. परमेश्वर कलीसियाई तौर पर फिर से हमें एक जीवन की ओर ले आना। നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ഞങ്ങളെ നീ ഒരിക്കൽ കൂടെ ജീവിപ്പിക്കുകയില്ലയോ? तेरे लोग तुझ में आनंदित होने के लिए क्या तुम्हें फिर एक बार हमें जिलाएगा नहीं? ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഡൗട്ട് എന്ന് പറയുന്നത് അനുവദനീയമാണ്, എന്നാൽ അൺബിലീഫ് അനുവദനീയമല്ല. सवाल हम कर सकते हैं, शक है तो उसको हटा सकते हैं, लेकिन अविश्वास उसका कोई भी जगह नहीं। നമ്മുടെ സംശയങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകും, എന്നാൽ അവിശ്വാസം പലപ്പോഴും മറുതലിപ്പിലേക്ക് നമ്മളെ നയിച്ചിരിക്കും. हमारा जो शक है उससे सवाल आ सकते हैं, लेकिन अविश्वास अगर हो तो अविश्वास हमें जो है विरोधी बना देता है। എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. मेरा धर्मी विश्वास से जिएगा। വിശ്വാസത്തിന്റെ അളവുകോൽ എന്ന് പറയുന്നത് പേഷ്യൻസ് ആണ്. और विश्वास का मापदंड जो है वो धीरज है। കാലിന്റെ അടിയിലത്തെ ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോഴും എന്നെ ഉന്നതിയിലേക്ക് അവൻ നടത്തുമാറാക്കുന്ന ദൈവമാണെന്ന് ഉള്ള നീതിമാന്റെ വിശ്വാസം. मेरे पांव तले अगर जमीन भी खिसक क्यों न जाए, लेकिन ये विश्वास करने वाला कि मुझे ऊंचाई में वो प्रभु लेकर जाएगा, ऐसा विश्वास करने वाला। ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിലും ഇവയൊന്നും നീതിമാൻ എസൻഷ്യൽ അല്ല, അവനെ ദൈവം രക്ഷയുടെ പടിയിലേക്ക് നടത്തും. ऐसा कुछ भी अगर ना भी हो तो
तो ये जो है एक धर्मी के लिए जरूरत नहीं है, उसे फिर भी परमेश्वर उद्धार की ओर ले जाए। നമുക്ക് യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. हम Praise the परमेश्वर के लिए बाट जोएंगे। ഈ ദിവസങ്ങളിൽ നടക്കുന്നതൊന്നും കർത്താവിന്റെ അറിവിന് വെളിയിലുള്ള കാര്യമല്ല. इन दिनों में जो भी संभावना घट रहा है परमेश्वर की जानकारी के बाहर नहीं है। അങ്ങനെയെങ്കിൽ മൗനമായിരുന്ന യഹോവയുടെ സന്നിധിയിലേക്ക് കയറി യഹോവ നമ്മളെ നടത്തിയ വഴികളെ ഓർത്ത് അവന് സ്തുതി കരയേറ്റിക്കൊണ്ടിരിക്കാം. अगर ऐसा है तो चुपचाप होकर परमेश्वर ने हमें चलाया हुआ उस महिमा को, परमेश्वर ने चलाया हुआ उस पिछले दिनों को स्मरण करते हुए परमेश्वर की स्तुति करेंगे.